11:05 സ്റ്റാർട്ട് ചെയ്യട്ടെ ക്ലാസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് ചാപ്റ്റർ 39 മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ കവർ ചെയ്യാനുള്ള ടോപ്പിക്. ഈ ചാപ്റ്റർ വേറെ ആരും എടുത്തിട്ടില്ലല്ലോ? ഇല്ല. വലിയ ചാപ്റ്റർ ആണ്. ഞാനിപ്പോ സ്പീഡിലാണ് പോകുള്ളൂ കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് ചോദിക്കണം, ക്ലിയർ ചെയ്ത് തരാം. കുറച്ച് കൂടുതലുണ്ട് പേജസ്, എനിക്ക് പെട്ടെന്ന് സ്പീഡിൽ എടുക്കണം. ഡൗട്ട് വരാണെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. ഓക്കേടാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ്സ് നമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇൻഫർമേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് എന്ത് റെക്കോർഡ് കീപ്പിംഗ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സ്? നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യാൻ പോണേ? മെഡിക്കൽ റെക്കോർഡ്സ് കുറെ ദിവസമായി കേൾക്കണം അല്ലെ? ഇനിയിപ്പോ മെഡിക്കൽ റെക്കോർഡ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണേ ഈ ചാപ്റ്ററിൽ. മെഡിക്കൽ റെക്കോർഡ്സ് മീൻസ് ഹൂ, what, why, where, when of the patient care to the hospital. നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ റെക്കോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ്, എവിടെയാണ്, എപ്പോഴാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത്, ആരാണ്, ആ വ്യക്തിയുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ ചേർത്തിട്ടുണ്ടാവും? മെഡിക്കൽ റെക്കോർഡ്സിൽ
ചേർത്തിട്ടുണ്ടാവും. ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗൽ റെക്കോർഡ്സ് ആണ്. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. ലീഗൽ ആയിട്ടാണ് ഓരോ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണത്, മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ഫേവർ പേഷ്യന്റ്, കൺസൾട്ടന്റ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. ഇത് ആർക്ക് ഫേവർ ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് പേഷ്യൻസിന്, കൺസൾട്ടൻസിന്, നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫിന്, ഹോസ്പിറ്റലിന്. കാരണം പേഷ്യൻസിന് നോക്കാം അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിൻ ആണ് തന്നിരിക്കുന്നത്. കൺസൾട്ടൻസിനെ പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ, ഫിസിഷ്യനൊക്കെ വീണ്ടും നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കാൻ പറ്റും. പഴയ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നോക്കാൻ പറ്റും. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നോക്കാൻ പറ്റും ഈ മെഡിക്കൽ റെക്കോർഡ്സ്. The legal accept enclose that is a requirement and principle related to make medical records include. അപ്പൊ ഇതിലെ ലീഗൽ ആക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇറ്റ്സ് കൺസെന്റ്. നമ്മൾ ഒരാളോട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷന്റെ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേര്, ഡീറ്റെയിൽസ്, വയസ്സ്, ഏജ്, സെക്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അയാളോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതും. അപ്പം ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കൺസെന്റ്, യൂസിങ് ആൻഡ് റിസ്റ്റെയിനിങ് ദ റെക്കോർഡ്സ്. അപ്പൊ നമ്മൾ അത് യൂസ് ചെയ്യും, അതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കും. എന്തെങ്കിലും റിസൾട്ടിന്റെ ടെസ്റ്റ് റിസൾട്ടിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് വെക്കും. ഒപ്റ്റെയിൻ ഇറ്റ്സ് ആൻഡ് റിലീസിങ് ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. ഇതിന് നമ്മുടെ ഡോക്ടർ, ഫിസിഷ്യൻ എന്തെങ്കിലും ചോദിക്കാന്ന് വിചാരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. The hospital put together and keep medical record mainly for the benefits of the patient. First, എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പേഷ്യന്റിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. പേഷ്യൻസിന് മാത്രം ബെനിഫിറ്റ്സ് അല്ലാത്ത നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മുടെ കൺസൾട്ടൻസിന് അല്ലെങ്കിൽ ഫിസിഷ്യന് ഒരു ഗൈഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കൊടുത്ത ട്രീറ്റ്മെന്റ് എന്താണെന്ന് തെളിയിക്കാനായിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അയാൾ കൊടുത്ത മരുന്നിന് അത് അലർജി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നേരത്തെ പറഞ്ഞിരിക്കണം എന്തില്, മെഡിക്കൽ റെക്കോർഡ്സിൽ. അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ ഇന്ന മെഡിസിനൊക്കെ അലർജി ഉണ്ടെന്ന് ആര് പറഞ്ഞിരിക്കണം? പേഷ്യന്റ് പറഞ്ഞിരിക്കണം. ഇത് അറിയാണ്ട് ഡോക്ടർ മെഡിസിൻ എഴുതി അത് മെഡിസിന് കൊടുത്തു എന്ന് വിചാരിക്കും. അത് ആരെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ ഡോക്ടറെ ബാധിക്കുന്ന കാര്യമല്ല. ചെറിയ ക്ലാഷുകൾ അല്ലെങ്കിൽ ചെറിയ ഡിസ്പ്യൂട്ട് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലാഷ് ഒക്കെ വരണമെങ്കിൽ നോക്കാനായിട്ട് കേട്ടോ. എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത്, പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണോ, പ്രോപ്പർ മെഡിസിൻസ് ആണോ കൊടുത്തത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ആർ ഓൾസോ കെപ്റ്റ് ആസ് ദ ഗൈഡ് ടു കൺസൾട്ടൻസിന് ഗൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ. ഇപ്പൊ എന്താണ് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് നടത്താൻ വേണ്ടി മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഷുഗർ പേഷ്യൻസ്, പിന്നെ ഏജില് ഇത്ര ഷുഗർ പേഷ്യൻസ് ഉണ്ടോ എന്നൊക്കെ അനുസരിച്ച് റിസർച്ച് ഒക്കെ നടത്തുമല്ലോ. അല്ലെങ്കിൽ ടീനേജേഴ്സിൽ കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ച് റിസർച്ച് എടുക്കും. അങ്ങനെ എന്തെങ്കിലും റിസർച്ചിനൊക്കെ നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ കെപ്റ്റ്സ് എ ഗൈഡ് ടു കൺസൾട്ടൻസിന് ഗൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു ഇങ്ങനെ പോയത്. ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഹോസ്പിറ്റൽ എൻഗെയിംസ് അൺഫെയർ ക്രിറ്റിസിസം. അപ്പൊ ഹോസ്പിറ്റൽസിനൊക്കെ അൺഫെയർ ആയിട്ട് എന്തെങ്കിലും ക്രിറ്റിസിസം വരെയാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് വന്നതെന്ന് പേഷ്യന്റിന്റെ റിലേറ്റീവ്സും പറയുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം പേഷ്യന്റ് നമ്മളോട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എൻക്ലോസ് ചെയ്തിട്ടില്ലാന്ന് ഈ മെഡിക്കൽ റെക്കോർഡ്സ് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. വല്ല കേസ് ഒക്കെ പോവാന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ശസ്ത്രക്രിയയിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തത് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കേസ് പോവുകയാണെങ്കിൽ നമുക്ക് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്യാം. അതിന് വാലിഡിറ്റി ഉണ്ട്. When the hospital lets in a patient, it enters into an implied contract to provide the service needed in care and treatment of the patient. നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിനകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൊരു ഇംപ്ലോയിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അസുഖത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തോളാന്നൊരു ഇംപ്ലോയിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഇംപ്ലോയിഡ് കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഉറപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് കോഴ്സ് for keeping the chronological order of care and treatment provided by the personalized. അപ്പൊ എന്താണ് ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, അവർ ഇന്ന കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തതെന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ചാണ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസ്. ഇനി മെഡിക്കൽ റെക്കോർഡ് സർവീസ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് എന്തൊക്കെ സ്റ്റാൻഡേർഡ് ആണ് നോക്കട്ടെ. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി a measure set up by the expert authority as the rules for measuring the quality and quantity.
ഈ സ്റ്റാൻഡേർഡ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നല്ല ക്വാളിറ്റിയിലാണോ ക്വാണ്ടിറ്റിയിലാണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഇസ് നോർമലി എ കണ്ടീഷൻ ഓഫ് ലൈസൻസിങ് ആക്സിലറേഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് സർവീസ്. മെയിൻ ആയിട്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലൈസൻസ് ഉള്ള സ്ഥാപനമാണോ അല്ലെങ്കിൽ നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡിൽ വരുന്നത്. The hospital must keep a medical record that the document correctly. നമ്മൾ എന്താണ് ഈ മെഡിക്കൽ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കും. ഈ എല്ലാ ഹോസ്പിറ്റലും അവരുടെ എല്ലാ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കും. മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ഒരുപാട് ബുക്ക് കേട്ടുള്ള പോലെ ഒരു നമ്പർ ഇട്ട് അവര് ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് കാണാം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വലിയ ഹോസ്പിറ്റലൊക്കെ നമ്മൾ പോകുമ്പോഴേ ഇങ്ങനെ റെക്കോർഡായിട്ട് ഇങ്ങനെ പേപ്പർ കട്ടി ഇങ്ങനെ പേപ്പറായിട്ട് നമ്മൾ ഫയലായിട്ടല്ല സ്റ്റോർ ചെയ്യണം. സിസ്റ്റത്തിലേക്ക് കയറ്റിയിടണം. നമുക്ക് ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണത്. പുതിയ ഒരു ഇത് പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഒരു ഇൻവെൻഷനോട് പറഞ്ഞേട്ടാ. ഇനി എന്താ പറഞ്ഞത്, ടൈമിലി കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ടൈമിലി മാനറിലായിരിക്കും. ഇപ്പൊ പേഷ്യൻസ് വരുമ്പോ തന്നെ കാര്യങ്ങൾ എൻറ്റർ ചെയ്യുക, പുതിയ ഡേറ്റ് കൊടുക്കുക, അതേപോലെ തന്നെ പുതിയ പ്രിസ്ക്രിപ്ഷൻ, അതേപോലെ പഴയ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെന്താണ്, പേഷ്യൻസ് വിട്ടു പോകുമ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവർക്ക് ഇന്ന് കൊടുത്ത മെഡിസിൻ എത്രയാണ്, അതിന്റെ ഡോസ് എത്രയാണ്, ഏത് ഡോക്ടറിനെയാണ് കണ്ടത്, ഏത് അസുഖത്തിനാണ് അവർ ട്രീറ്റ്മെന്റ് എടുത്തത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും എൻറ്റർ ചെയ്യാം. It is a timely manner and perfect, readily available for the shift retrieval of the information includes statistical data. നമുക്ക് റെഡ്ലി അവൈലബിൾ ആയിരിക്കണം. കാരണം നമ്മ വിചാരിക്കുന്ന സമയത്ത് അത് കിട്ടണം. അപ്പൊ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡിൽ നല്ലൊരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഈ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ, ടൈമിലി ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ എന്താണ്, റെഡി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. ഇനി അടുത്ത ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ബി ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ്. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇൻപേഷ്യന്റ് റെക്കോർഡ്സിൽ വേണം. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡാറ്റാസ്. നമുക്ക് തരുന്ന ഡാറ്റാസ് കറക്റ്റ് ആണ്, അബ്സല്യൂട്ട് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഡീറ്റെയിൽ ഓഫ് ദ മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ഓഫ് ഇൻപേഷ്യന്റ് സർവീസ്. നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്നാണ് യൂസ് ചെയ്യുന്നത്, ഇന്ന മരുന്നുകൾക്ക് അലർജികൾ ഉണ്ട്, അതേപോലെ ഇന്ന ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, ഫുൾ ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യണം. പറഞ്ഞല്ലോ, എ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ദ ഇൻപേഷ്യന്റ് സർവീസ്. അപ്പൊ എന്താണ്, നമ്മ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഒരു ഫിസിഷ്യൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കണം, അസസ് ചെയ്യണം, അദ്ദേഹത്തിന് ഇന്നതാണ് അസുഖം എന്ന് നോക്കി വെരിഫൈ ചെയ്തിരിക്കണം. പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. ഇനി എന്തെങ്കിലും കൺസെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വന്നിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിക്കണം, അദ്ദേഹത്തിന്റെ കയ്യിൽ എഴുതി തയ്യാറാക്കിയ കൺസെന്റ് വാങ്ങിക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ഡയഗ്നോസിസ് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. ഇനിയിപ്പ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇന്ന അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ട്രീറ്റ്മെന്റ് ഓഫ് പാത്തോളജി ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻ ആസ് വെൽ ആസ് റേഡിയോളജി, ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. ഇനിയിപ്പ ക്ലിനിക്കലായിട്ട് ലാബിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, അതേപോലെ റേഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാനോ എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതിനോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യണം. കൺസൾട്ടേഷൻ ഓഫ് ദ റിപ്പോർട്ട് ആൻഡ് പ്രോഗ്രസ് നോട്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ റിപ്പോർട്ടിന്റെ കൺസൾട്ടേഷൻ റിപ്പോർട്ടും പ്രോഗ്രസ് നോട്ടും, അവർക്ക് ഇപ്പൊ ഇന്ന അസുഖം കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഷുഗർ ആണ് വിചാരിക്കും, ഷുഗറിന്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തേഷ്യ റിപ്പോർട്ട്. ഈ അനസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് എന്തെങ്കിലും ഓപ്പറേഷന് മുമ്പ് നമുക്ക് കൊടുക്കണം ആ ഒരു സഡേഷനാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, അതേപോലെ അനസ്തേഷ്യ റിപ്പോർട്ട്, ഇന്ന ഓപ്പറേഷനാണ് കൊടുക്കുന്നത്, ഇന്ന കാലിനാണ് ഓപ്പറേഷൻ, ഇന്ന കാലിന് ലെഫ്റ്റ് ലെഗിലാണെങ്കിൽ ലെഫ്റ്റ് ലെഗ് ഇന്ന കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അതേപോലെ അനസ്തേഷ്യയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയണത്. ഇൻപേഷ്യന്റെ കാര്യത്തിൽ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞു വിചാരിക്കും, നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തെല്ലാം കഴിഞ്ഞെങ്കിൽ a discharge summary written at the termination of the hospital briefly summarizing the reason for hospitalization,
എന്താ പറയണത്, നമ്മ അതേ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് സമ്മറി എഴുതണം. ഡിസ്ചാർജ് ആവാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോരാനായിട്ട് അവർ സമ്മതിക്കാറില്ല. ഈ ഡിസ്ചാർജ് സമ്മറി അത് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തിനാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്, ദ റീസൺ ഫോർ ഹോസ്പിറ്റൽ, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ച, എന്താ അസുഖം എന്നുള്ളത് കണ്ടുപിടിച്ച, പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വന്നിട്ട് ചെയ്തത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ഫോർ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് വരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് പ്രൊവൈഡ് ചെയ്തത്, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദ പേഷ്യൻസ് ആൻഡ് ഫാമിലി, ഇനി ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും ഇത് മെഡിസിൻസ് കൊടുക്കണം, അതേപോലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ ഫാമിലിക്കോ പേഷ്യൻസിനോ, അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കൽ റെക്കോർഡ് ഷുഡ് ബി കോൺഫിഡന്റ്ലി ഗ്യാരണ്ടീഡ് പ്രസന്റ്ലി ഓതന്റിക്കേറ്റഡ് ആൻഡ് ലീഗബിൾ ആൻഡ് കംപ്ലീറ്റ്. നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമുക്ക് അതോറിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒതന്റിഫിക്കേഷൻ വേണം, അതേപോലെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, പിന്നെ കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാ ഡാറ്റാസും കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആ പേഷ്യന്റ് നമ്മുടെ ഇവിടെ നിന്ന് പോണേക്കാളും മുമ്പ് തന്നെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ആക്കിയിട്ട് അദ്ദേഹം എന്തിനാണ് വന്നത്, ഇവിടെ ട്രീറ്റ്മെന്റ് എന്തിനാണ് വന്നത്, അദ്ദേഹത്തിന് ഏത് ഫിസിഷ്യനാണ് നോക്കിയത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, അതേപോലെ എല്ലാ ഡീറ്റെയിൽസും എന്തെങ്കിലും സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കണം. ഒരു കോപ്പി ഹോസ്പിറ്റലും പിന്നെ ഒരു കോപ്പി അവർക്കും കൊടുക്കും. ഇനി മെഡിക്കൽ റെക്കോർഡ്സിന്റെ പോളിസീസ് ആണ് പറയണത്. ആദ്യം രജിസ്ട്രേഷൻ സിസ്റ്റം ആണ്. നമ്മൾ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർ രജിസ്റ്റർ ചെയ്യും. A central registration system with a 24-hour service should preferably be kept for all outpatient and inpatient. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ ഡിസ്ചാർജ് ആയി പോകുന്നവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വേണം. അത് 24 മണിക്കൂറും എന്ത് ചെയ്യണം, പ്രവർത്തിക്കുന്നതായിരിക്കണം. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രജിസ്ട്രേഷൻ ഉണ്ടാവും. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ പോയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ചീട്ടൊക്കെ എടുക്കുന്നത്. Each patient will have one unit record and one permanent number used for all episodes of care. അപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ ഇപ്പൊ പോവാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഞാൻ ഫസ്റ്റ് ടൈം ചെല്ലുമ്പോ തന്നെ എനിക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഒരു പെർമനന്റ് നമ്പർ തന്നിട്ടുണ്ടാവും. അപ്പൊ ഒറ്റ റെക്കോർഡ് ഉണ്ടാവുള്ളൂ എന്റെ പേരിൽ, എന്റെ അഡ്രസ്സിൽ എനിക്ക് ആകെ ഒറ്റ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ, ഒറ്റ പെർമനന്റ് നമ്പർ ഉണ്ടാവും. ഇനി ഞാൻ എത്ര പ്രാവശ്യം അവിടെ ട്രീറ്റ്മെന്റിന് പോയാലും ഈ നമ്പറിൽ എന്ത് വരില്ല, മാറ്റം വരില്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള കാർഡില് ഹോസ്പിറ്റലിന്റെ പേര്, ഇന്ന ടൈം, അതേപോലെ എന്റെ പേര്, ഏജ്, അതേപോലെ എന്താ തന്നിട്ടുണ്ടാവും, ഈ പെർമനന്റ് നമ്പർ കൂടി തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ കാർഡ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുത്താൽ മതി. അപ്പൊ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ എന്താണ് അടിച്ചു നോക്കും. അപ്പൊ എന്താണ് നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ എടുത്ത ട്രീറ്റ്മെന്റും നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സും അവർക്ക് കിട്ടും. എന്താ പറഞ്ഞത്, എല്ലാ പേഷ്യൻസിനും 1 യൂണിറ്റ് റെക്കോർഡേ പാടുള്ളൂ, അതേപോലെ 1 പെർമനന്റ് നമ്പർ പാടുള്ളൂ, എത്ര പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്താലും. A separate registration for accident and emergency patient within 24 hours service should also maintain. അതേപോലെ തന്നെ ഇപ്പൊ ആക്സിഡന്റ് എമർജൻസി കേസിന് വന്ന പേഷ്യൻസിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും. അത് 24 മണിക്കൂർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂർ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് സെപ്പറേറ്റ് നമ്പറാണ്. ആക്സിഡന്റ് നമ്മുടെ സാധാരണ കേസ് ഹെൽത്ത് കെയർ ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം പഴയ ഡാറ്റാസ് ഒക്കെ നോക്കിയെടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം നമ്മൾ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ നമ്പർ കൊടുത്ത് അവരെ എമർജൻസി വാർഡിലേക്ക് വിടും. അടുത്താണ് നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്പർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിനും ഇൻപേഷ്യന്റിനും ഒരു 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. A new patient get a new hospital number only at the first time of registration. നമ്മ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഒറ്റ പ്രാവശ്യം എന്ത് കിട്ടുള്ളൂ, രജിസ്ട്രേഷൻ നമ്പർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ നമ്പർ കിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ. ആ നമ്പർ ആയിരിക്കും നമ്മൾ ഇനി എത്ര പ്രാവശ്യം അവിടെ ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് എത്ര വയസ്സായാലും നമുക്ക് എന്താണ് ആ ഒറ്റ നമ്പറിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. The patient master index is designed with an important identification and information for each patient registered in central registration area. Patient master index ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ആ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിലാണ് സംഭവം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Filed in alphabetic order in a manual system electronically through computer.
ചില ആൽഫബറ്റിക്കലി ആയിരിക്കും ചിലത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ചിലപ്പോൾ മാനുവൽ ആയിട്ടൊരു വ്യക്തി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് കൊണ്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി പേഷ്യന്റ് ഐ ഡി ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് ആൻഡ് each new patient registered for outpatient or inpatient service should be given a identification card. അവർക്ക് പേഷ്യൻസിന് ഐ ഡി കിട്ടും. ഞാൻ പറഞ്ഞു ഒരു എനിക്കൊക്കെ ഉണ്ട് കേട്ടോ, ശാന്തിയിൽ ഞാൻ ട്രീറ്റ്മെന്റും ഉണ്ട്, ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലാണ്, അവിടെ എനിക്ക് ഒരു മഞ്ഞ കളറുള്ള കാർഡാണ്, അവിടുത്തെ ഹോസ്പിറ്റലിന്റെ പേരുണ്ട്, ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്തുള്ള നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, പിന്നെ എന്റെ പേരുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്പർ, അവർ പെർമനന്റ് നമ്പർ ഉണ്ട്, സൈഡിൽ തന്നെ നമ്പർ പേഷ്യന്റ് PNO അങ്ങനെ എന്തോ പറഞ്ഞ പേഷ്യന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരേ പ്രാവശ്യം പോകുമ്പോൾ എന്റെ പേഴ്സണൽ സൂക്ഷിച്ചിരിക്കും ഈ കാർഡ്, ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഈ കാർഡ് കൊടുത്താൽ മതി. അതിന് ചെറിയ ബെനിഫിറ്റ്സ് ഉണ്ട്. പുതിയ പേഷ്യന്റിന് അവർ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കും, പഴയ പേഷ്യൻസിനാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കൂല, ബാക്കി ട്രീറ്റ്മെന്റിന്റെ പൈസ മാത്രം വാങ്ങിക്കൂല. ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞത്, പേഷ്യന്റ് ഐ ഡി അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് കാർഡിന്റെ കാര്യം പറഞ്ഞത്. ഒരു ന്യൂ പേഷ്യൻസിന് ഒറ്റ പ്രാവശ്യം മാത്രമേ എന്ത് കിട്ടുള്ളൂ, പേഷ്യന്റ് ഐ ഡി കിട്ടുള്ളൂ. ഇനി അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഈസ് എ റെഫറൽ ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഷുഡ് ബി പ്രാക്ടീസ്ഡ്. നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നോക്കുമ്പോൾ അവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ്. ഓരോ പേഷ്യൻസ് വരാനായിട്ട് വരുന്നത് അപ്പോയിന്റ്മെന്റ് എടുക്കാം, ഫോണിൽ വിളിച്ചായിരിക്കും നമ്മൾ മിക്കപ്പോഴും അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. ചിലപ്പോൾ രാവിലെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാം, നമുക്ക് ഇന്ന നമ്പർ അനുസരിച്ച് ഇന്ന ടൈമിൽ വരാനായിട്ട് അവർ പറയും, നമ്മൾ ആ ടൈമിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടുപോരും. All the patient must notice the appointment system except the labor and emergency case. എല്ലാ പേഷ്യൻസിനും അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഏത് കേസിൽ മാത്രം ലേബർ ഉണ്ടല്ലോ, ഇപ്പൊ എന്താ പറയുക, ഡെലിവറിയുടെ കേസായിട്ട് ചെയ്യണവർക്ക് അപ്പോയിന്റ്മെന്റിന്റെ കാര്യമില്ല. അതേപോലെ എമർജൻസി ആക്സിഡന്റ് എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല, ഡോക്ടർ നേരെ വന്ന് നമ്മൾ പരിശോധിക്കും. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കേട്ടോ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്? ഡയഗ്നോസ്റ്റിക് report of outpatient should be accepted and scaled by the medical record department in specific patient records. ആ ഡയഗ്നോസ് ചെയ്തിരിക്കണം, അയാൾക്ക് എന്നാ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് റിപ്പോർട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിൽ എന്ത് ചെയ്തിരിക്കണം, ആ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡിൽ, മെഡിക്കൽ റെക്കോർഡ്സിൽ ആ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Inpatient diagnostic report should be accepted and scaled on the ward by the ward clerk or nurse. അപ്പൊ നമ്മളെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റിനെയാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വാർഡ് ക്ലർക്ക് ഉണ്ടാവും ഈ റിപ്പോർട്ട് ഒക്കെ എൻട്രി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സ് ആരാണോ ഉള്ളത് അവരുടെ കയ്യിലേക്കാണ് ആ റിപ്പോർട്ട് എന്ത് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും നോക്കേണ്ടതും അവരുടെ ഡ്യൂട്ടിയാണ്. അടുത്തതാണ് ഹെൽത്ത് കെയർ കേട്ടോ. ദ ഹെൽത്ത് കെയർ സെന്റർ ഓർ ക്ലിനിക് നോർമലി ഡയറക്ട് the patient to the hospital with the referral letter. ചില ഹെൽത്ത് കെയറുകൾ ഇപ്പൊ വലിയ ഇതില്ലാത്താന്ന് വിചാരിക്കും, വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഹെൽത്ത് കെയർസ് ആണെങ്കിൽ നമ്മൾ പേഷ്യന്റിനോട് ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോക്കോ, ഞാൻ ഒരു റെഫറൽ ലെറ്റർ തരാം, എന്റെ റെഫറൽ ലെറ്റർ തരാം, ഇതുമായിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പൊ ഹെൽത്ത് കെയർസ് റെഫറൽ ലെറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സെന്റർ മസ്റ്റ് ഡെവലപ്പ് എ ക്ലിയർ റെഫറൽ ആൻഡ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ ബോത്ത് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന റെഫറൽ ലെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കണം, ഇന്ന ആൾക്ക് ഇന്ന അസുഖമാണ്, ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പെസിഫിക് ആയിട്ട് വേണം നമ്മൾ റെഫറൽ ലെറ്റർ ആൾക്ക് കൊടുക്കാനായിട്ട്, പേഷ്യന്റ് കൊടുത്ത് വിടാനായിട്ട്. ഇനി അടുത്ത റെഫറൽ ഓഫ് എ പേഷ്യന്റ് റെഫറൽ ആയിട്ട് വരും. ആ റെഫറൽ ലെറ്റേഴ്സിന്റെ കാര്യം പറയുന്നത് 3 copies should be received by the hospital. 3 copies ആണ് നമുക്ക് മെയിൻ ആയിട്ട് റെഫറൽ ലെറ്റേഴ്സിൽ വന്നത്. The first 2 copies should be presented to the hospital by the patient while the ഫസ്റ്റ് 2 കോപ്പീസും പേഷ്യന്റ് എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലിലേക്ക് പ്രസന്റ് ചെയ്യണം. The third copy should be retained by the referral health center or clinic. നമുക്ക് നമ്മ ആരുടെ കയ്യിൽ നിന്നാണ് റെഫറൽ തന്നിരിക്കുന്നത്, 3 കോപ്പിയാണ് റെഫറൽ ലെറ്റേഴ്സിന് ഉള്ളത്. ആദ്യത്തെ 2 കോപ്പി നമ്മൾ പേഷ്യന്റ് എവിടേക്കാണോ റെഫർ ചെയ്യണത് അവിടേക്ക് കൊണ്ട് കാണിക്കണം. അവസാനത്തെ കോപ്പി നമ്മൾ ആ ഹോസ്പിറ്റൽ എവിടെ ഹെൽത്ത് സെന്ററിൽ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. After the treatment, the first copy should be passed on the health center or hospital as the feedback information. Second copy should be retained in the hospital. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കോപ്പി നമ്മൾ ഹെൽത്ത് സെന്ററിൽ റെഫർ ചെയ്ത ആ ഹെൽത്ത് സെന്ററിൽ അവരുടെ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഷ്യന്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഈ കുഴപ്പമില്ലാണ്ട് അവർ ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മ ആ ഫസ്റ്റ് കോപ്പി ആർക്ക് സെൻഡ് ചെയ്യും, തിരിച്ച് ഹെൽത്ത് കെയറിലേക്ക് സെൻഡ് ചെയ്യും. രണ്ടാമത്തെ കോപ്പി സെക്കൻഡ് കോപ്പി നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ പേഷ്യന്റ് റെക്കോർഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവില്ല, അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഔട്ട് പേഷ്യന്റ് ക്ലിനിക് ആണെന്ന് വിചാരിക്കാം.
name of all outpatient clinic with the name of clinic chief in the hospital should be revealed in the main entrance of the outpatient department. ഇപ്പൊ outpatient department മെയിൻ എൻട്രൻസ് നമ്മുടെ ക്ലിനിക്കൽ ചീഫ് ഉണ്ടാവും. അദ്ദേഹമാണ് ഈ എല്ലാ ഔട്ട്പേഷ്യൻസിന്റെ നെയിം എന്ത് ചെയ്ത് വെക്കുന്നത്, എഴുതി വെക്കുന്നത്. And in each clinic the name of the chief consultant should also be revealed. അപ്പൊ ആരാണ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ചീഫ് ആയിരുന്ന ആരാണ്, അല്ലെങ്കിൽ ആരാണ് ചീഫ് കൺസൾട്ടന്റ് എന്നുള്ളത് അതും എഴുതി വെക്കണം. ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞ ആക്സിഡന്റ് ആൻഡ് എമർജൻസിക്ക് വേറെ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയുടെ സർവീസുകളാണ് പറയുന്നത് കേട്ടോ. പെട്ടെന്നാണ് ഈ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കിയത്. Of the three accident and emergency from the first copy is kept in casualty department. മൂന്ന് ഫോം ഉണ്ടെന്ന് വിചാരിക്കും. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ നമ്മൾ 3 ഫോംസ് ആണ് അവർ കൊടുക്കുന്നത്. ഫസ്റ്റ് കോപ്പി നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The second copy is presented by the patient in the pharmacy to get medication. അപ്പൊ സെക്കൻഡ് കോപ്പി നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റ് ഫാർമസിയിലേക്കാണ് പോണത് പെട്ടെന്ന് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ തേർഡ് കോപ്പി കെപ്റ്റ് ബൈ ദ പേഷ്യന്റ്. മൂന്നാമത്തെ കോപ്പി പേഷ്യന്റെ കയ്യിലായിരിക്കും വെക്കുന്നത്. The second and third copy become the part of the main patient file. നമ്മൾ റെക്കോർഡിലേക്ക് സെക്കൻഡും തേർഡ് കോപ്പിയുമാണ് റെക്കോർഡിലേക്ക് പേഷ്യന്റ് ഫയലിലേക്ക് മാറ്റുന്നത്. If this is patient is admitted to either an outpatient or inpatient service. ഇതെങ്ങനെ മാറ്റുന്നത്, ഞാൻ പേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിലാണ് ഈ കാര്യം ചെയ്യുന്നത്. First copy is retained in the casualty department. ആദ്യത്തെ കോപ്പി എപ്പോഴും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. If the patient has unit record in the hospital, casualty medical officer went to insert and the medical record department should pass on the record number. നമ്മൾ ആ ഹോസ്പിറ്റലിൽ മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, എനിക്ക് അവിടെ റെക്കോർഡ് ഉണ്ട്, എന്റെ റെക്കോർഡ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യും, മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യും, കിട്ടിക്കുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് കിട്ടും. ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഓഫ് ദ കാഷ്വാലിറ്റി പേഷ്യന്റ് ആർ എഫക്ട്സ് ഓൺ കാഷ്വാലിറ്റി ഫോം. അപ്പൊ എന്തൊക്കെ ഡയഗ്നോസ് ആണ് ചെയ്തതെന്നുള്ളത് കാഷ്വാലിറ്റി ഫോമിൽ തന്നെ അത് നമ്മൾ ഡയഗ്നോസ് എഴുതിയിട്ടുണ്ടാവും. The report become the part of the main patient file. എന്നിട്ട് ഈ റിപ്പോർട്ട് നമ്മുടെ മെയിൻ പേഷ്യന്റ് ഫയലിനൊപ്പം വെക്കും. If the patient is referred as either an outpatient or inpatient, അതെങ്ങനെ എഴുതിയിരിക്കുന്ന ഇൻപേഷ്യന്റ് ആണോ ഔട്ട്പേഷ്യന്റ് ആണോ നോക്കിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കുന്ന ഉദ്ദേശിച്ചത്. ഇനി അഡ്മിഷൻ ഓഫീസ് ആണ് കേട്ടോ. അഡ്മിഷൻ ഓഫീസ് വിൽ ബി വർക്കിംഗ് അറൌണ്ട് അറ്റ് ദ ക്ലോക്ക്. എന്താണ് ഈ അറൌണ്ട് അറ്റ് ക്ലോക്ക്? 24 അവേഴ്സിനാണ് അറൌണ്ട് അറ്റ് ക്ലോക്ക്. മൊത്തം നമ്മുടെ ക്ലോക്കിൽ മൊത്തം എത്ര അവേഴ്സ് ഉണ്ട്? 24, 12 ഉള്ളൂ. എന്നാലും 24 മണിക്കൂർ എന്നുള്ള രീതിയിൽ അറൌണ്ട് അറ്റ് ദ ക്ലോക്ക് എന്ന് നമ്മൾ പറയും. ഇത് റെസ്പോൺസിബിൾ ഫോർ അഡ്മിഷൻ ഓഫ് ദ പേഷ്യൻസ്. ഈ അഡ്മിഷൻ ഓഫീസ് ആണ് ഓരോ പേഷ്യന്റിനെയും അഡ്മിഷൻ എടുക്കുന്നതിനുള്ള റെസ്പോൺസിബിൾ. ഫോർ മെയിൻറ്റെയിൻസ് ഓഫ് ബെഡ് ഓക്യുപ്പൻസി ബോർഡ്, നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് ഉണ്ട്, എത്ര വേക്കന്റ് ആയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫോർ സേഫ് കീപ്പിംഗ് ഓഫ് ദ പേഷ്യന്റ് പ്രോപ്പർട്ടീസ് ദർ ഇസ് എനി ആക്സിഡൻസ് ഓഫ് പേഷ്യന്റ് റിലേറ്റഡ്. ഇനി നമ്മൾ എമർജൻസി ഒക്കെ ആയിട്ട് കൊണ്ടുവരില്ലേ, ആക്സിഡന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ റിലേറ്റീവ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ തിങ്സ് ഒക്കെ നമ്മുടെ അഡ്മിഷൻ ഓഫീസിലേക്കാണ് ഇവിടെ വന്നത്, കാഷ്വാലിറ്റിയിൽ വന്നത്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരെയാണ്? അഡ്മിഷൻ ഓഫീസിന്റെ. അടുത്താണ് ഡയറക്റ്റ് അഡ്മിഷൻ. The ward manager is charged is liable for registering in the case of the admission office within 2 hours of the patient admission on the ward. അപ്പം ഡയറക്റ്റ് അഡ്മിഷന്റെ കേസിലാണെങ്കിൽ പെട്ടെന്ന് വരുമ്പോ അപ്പൊ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ വാർഡ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഡയറക്റ്റ് അഡ്മിഷന്റെ കേസിലാണെങ്കിൽ വാർഡ് മാനേജർ ആണ് എന്തെങ്കിലും രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അബ്സ്കോണ്ടഡ് പേഷ്യൻസ്, ചില പേഷ്യൻസ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോ എന്ത് ചെയ്യും, അബ്സ്കോണ്ട് ആയി പോകും. Information about abscond patient who run away must be recorded in the patient file with the details regarding the date and the time the patient was found and to be missing from the ward. ഇപ്പൊ നമ്മൾ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ചില പേഷ്യൻസ് നമ്മളോടൊന്നും പറയാണ്ട് എന്ത് ചെയ്യും, ഇറങ്ങിപ്പോവും, അബ്സ്കോണ്ട് ആയി പോകും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ്, ഈ പേഷ്യന്റ് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അബ്സ്കോണ്ട് ആയി പോയിട്ടുണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കണം. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്ത പേഷ്യന്റ് പിന്നെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക്
അത് ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ ഈ ലീഗൽ റെക്കോർഡ് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അയാൾ അബ്സ്കോണ്ട് ആയി പോയിട്ട് തന്നെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അബ്സ്കോണ്ട് ആയത്, ഇനി ഞങ്ങൾ അത് ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയാം. The treating physician must note and sign the record properly. Abscond patient's record ആണെങ്കിൽ ഫിസിഷ്യനും ഉറപ്പുവരുത്തണം സൈൻ ചെയ്യണം. ഇന്ന പേഷ്യന്റ് ഇന്ന ടൈമിൽ എന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അബ്സ്കോണ്ട് ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൈൻ ചെയ്യണം. The matter to be conveyed to the police. ഇങ്ങനെ അബ്സ്കോണ്ട് ആയിട്ട് വല്ല സീരിയസ് ഇഷ്യൂ എന്താ പറയാ അങ്ങനത്തെ വല്ല കേസിൽ വന്നിരിക്കുന്ന പേഷ്യന്റ് ആണോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് പറയാം. കാരണം ഇനി അയാൾ പോയിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. Against medical advice, the patient who discharged themselves from the hospital against advice of their treating physician should be treated as discharged. ചില പേഷ്യൻസ് പറയും എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ഞാൻ പോവാണ്, എനിക്ക് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ഞാൻ ഇവിടെ പോവാന്നും പറഞ്ഞാൽ അങ്ങനെ പോണ പേഷ്യന്റ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡോക്ടർ പറയണ 2 ദിവസം കൂടി ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒബ്സർവേഷനിൽ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ടും അവരത് അനുസരിക്കാണ്ട് അവർ പോവാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ പേഷ്യന്റ് ഡിസ്ചാർജ് സമ്മറിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. It should be made sure that signature of the patient or his or her nearest relative is obtained in the specific form. ഇങ്ങനെ നമ്മുടെ മെഡിക്കൽ അഡ്വൈസ് കേൾക്കാണ്ട് പോണ പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ സൈൻ വാങ്ങിക്കണം. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് വാങ്ങിച്ചിരിക്കണം. അടുത്താണ് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. Any patient who wants to make statement before his death, such a statement should be recorded in the patient file. അപ്പൊ എന്തെങ്കിലും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, മരണമൊഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഫയലിലാണ് ഇത് നമ്മൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണത്. ഇൻ ദ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കണം, മരണമൊഴി കൊടുക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ് ഇല്ലാത്ത പക്ഷം the declaration can be recorded in the presence of 3 persons. മജിസ്ട്രേറ്റ് ഇല്ലാത്ത പ്രശ്നം നമ്മൾ 3 പേരുടെ പ്രസൻസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡിംഗ് ട്രീറ്റിംഗ് ഫിസിഷ്യൻ, അതിൽ ഒരാൾ ആരായിരിക്കണം, ഫിസിഷ്യൻ ആയിരിക്കണം. നേഴ്സ് അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നേഴ്സ് ആയിരിക്കണം. ആൻഡ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ്, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. എന്താ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഡിക്ലറേഷൻ പേഷ്യന്റ് കൊടുക്കാനുണ്ടെങ്കിൽ മരണത്തിന് മുമ്പായിട്ട് അങ്ങനെ എന്തെങ്കിലും ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അത് പേഷ്യൻസിന്റെ ഫയലിലാണത് എന്ത് ചെയ്യേണ്ടത്, വാങ്ങിക്കേണ്ടത്. ഇൻ ദ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് ആണ്, ഒന്ന് മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിലാണെങ്കിൽ ബാക്കി 3 പേരുടെ പ്രസൻസിലാണ് നമ്മ അത് എന്ത് ചെയ്യുന്നത്, എഴുതേണ്ടത്. ഫസ്റ്റ് ആ പേഷ്യന്റിനെ നോക്കണം ഡോക്ടർ ആയിരിക്കണം, അടുത്ത നേഴ്സാണ്, 3ാമത്തെ ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. അടുത്താണ് കംപ്ലീറ്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. Physician have to complete the record before the discharge of the patient wherever possible. ഫിസിഷ്യൻസ് എന്ത് ചെയ്യണം, അവരുടെ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യണം. അവരെ ഡിസ്ചാർജ് ആവുന്നേക്കാളും മുമ്പ് ആ റെക്കോർഡ്സ് കംപ്ലീറ്റ്. അതർവൈസ് ദേ ഹാവ് ടു വിസിറ്റ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിന്യൂസ്ലി ഇൻസ്പെക്ട് ഓൾ ദ ഡിസ്ചാർജ് റെക്കോർഡ് ഫോർ കംപ്ലീറ്റേഷൻ. അപ്പൊ എന്താണ് പറയണത്, അല്ലാത്ത പക്ഷം ഇവര് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. എല്ലാ പോയ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡും കംപ്ലീറ്റ് അല്ലേ, ഡിസ്ചാർജ് റെക്കോർഡൊക്കെ കംപ്ലീറ്റ് അല്ലേ എന്ന് അന്വേഷിക്കണം. The patient record must not have to keep incomplete for more than 30 days. 30 ദിവസത്തിന് കൂടുതൽ ഒരിക്കലും ഒരു പേഷ്യൻസിന്റെ റെക്കോർഡ് എന്താവരുത്, ഇൻകംപ്ലീറ്റ് ആയി സൂക്ഷിക്കരുത്, കംപ്ലീറ്റ് ആക്കണം. 30 ദിവസത്തിനുള്ളിൽ ആ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇനി കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ആണ് കേട്ടോ. All the patient record that include outpatient, inpatient case have to be coded according to the latest international classification of disease and operations. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസീസിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബേസിൽ അവരുടെ കോഡ് അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ചേഞ്ചസ് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയർ മെഡിക്കൽ സർവീസ് എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡ് യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫബറ്റിക് കോഡ്സിലായിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞോളൂ. ഇനി ചില സമയത്ത് നമ്മുടെ റെക്കോർഡ്സ് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് മിസ്സിംഗ് റെക്കോർഡ്സ് എന്താന്ന് നോക്കാം. Some percentage of file do not find in specific place where they are assumed to. എവിടെയാണോ ഫയൽ സൂക്ഷിച്ചിരുന്നത് ആ ഫയൽ കാണാനില്ല. അങ്ങനെ വരുമ്പോഴാണ് എന്തെങ്കിലും മിസ്സിംഗ് റെക്കോർഡായിട്ട് നമ്മൾ പറയണത്. ഇപ്പൊ ഞാൻ പറയുന്നത് 6 ഡിജിറ്റ് നമ്പറാണ്. ഇപ്പൊ 96 ഉണ്ട്, 98 ഉണ്ട്, 97 അതിന്റെ അവസാനത്തെ നമ്പറാ പറയുന്നത്. 96 എന്ന് പറയുന്ന ഫയൽ ഉണ്ട്,
അതിന്റെ അവസാനം 9-8 എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. 9-7 എന്ന് പറയുന്ന ഫയല് ഇതിന്റെ ഒപ്പം കാണും. ഈ ഓർഡറിൽ നോക്കുമ്പോ കാണാനില്ല. അങ്ങനെയാണെങ്കിൽ അത് മിസ്സിംഗ് റെക്കോർഡാണ്. Some percentage of file do not find in specific place. ആ പറഞ്ഞ ഓർഡർ കിട്ടിയില്ലെങ്കിൽ where they are assumed to, അവരെയാണ് നമ്മൾ മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത്. This could be on to non-receiving, non-keeping in the proper place and wrongly filed. ചിലപ്പോൾ അത് കിട്ടാത്തതായിരിക്കും, നോൺ റിസീവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ പ്ലേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റോങ് ഫയലിംഗ് ആയിരിക്കും. ഈ 9-8 എന്നുള്ളത് 9-7 എന്നുള്ളത് മാറി വേറെ എന്തെങ്കിലും നമ്പർ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് റോങ് ഫയലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ സർക്കംസ്റ്റാൻസസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, in such circumstances when a patient attained either for outpatient or inpatient service, ഇപ്പൊ പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആണോ ഔട്ട്പേഷ്യന്റ് ആണോ സർവീസിന് വന്നിരിക്കുന്നത്, it will difficult to provide a treatment without patient record. അപ്പൊ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും ആ പേഷ്യൻസിന് അവരുടെ റെക്കോർഡ് ഇല്ലാണ്ട് എന്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. The MRO might be able to get back maintenance able to get back to them later, but at the stage the only option left for him is to create duplicate record with a similar number. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ആ ഒരു ഫയല് മെഡിക്കൽ റെക്കോർഡ് ഫയല് എന്ത് ചെയ്യാനായിട്ട് അവരുടെ ഡ്യൂട്ടിയാണ്, മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ് ആ ഫയല് എന്ത് ചെയ്തെടുക്കാനായിട്ട്, റിട്രീവ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻ വരെയാണെങ്കിൽ അവർക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, എന്ത്, ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ സിമിലർ നമ്പർ, അതേ നമ്പർ കൊടുക്കാം, അദ്ദേഹത്തിന്റെ പേഷ്യന്റ് ID തന്നെ കൊടുക്കാം, വിത്ത് ഓൾ എർലിയർ ID ഡാറ്റ. ഇനി അവരുടെ അത് കൊടുക്കുന്ന ഡാറ്റയിൽ ഉണ്ടാവും അവരുടെ ID. അപ്പൊ അത് വെച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ദ ഡ്യൂപ്ലിക്കേറ്റ് ഷുഡ് ബി കെപ്റ്റ് ബൈ ദ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ വിത്തൗട്ട് ഫയലിംഗ് properly, should track out the original record and combine all this from the ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് into the original record. ഇപ്പൊ ഒറിജിനൽ ഡാറ്റ കണ്ടെത്തുകയാണെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിന്റെ ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ദെൻ റെക്കോർഡ് മസ്റ്റ് ബി ഫയൽ, എന്നിട്ട് ആ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യാം. ഓക്കെ, മിസ്സിംഗ് റെക്കോർഡ് ആണെങ്കിൽ കേട്ടോ, നമ്മുടെ കയ്യിൽ മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി അത് ഒറിജിനൽ ഫയൽ റിട്രീവ് ചെയ്തെടുത്തായിട്ടുണ്ടെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിലുള്ള ഡാറ്റാസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. ചില പേഷ്യൻസിന് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ റെക്കോർഡുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ജനറലി ഈച്ച് പേഷ്യന്റ് ഷുഡ് ഹാവ് 1 റെക്കോർഡ് ആൻഡ് 1 നമ്പർ. അപ്പൊ എന്താണ്, എല്ലാ പേഷ്യൻസിനും ഒറ്റ റെക്കോർഡും ഒറ്റ നമ്പറേ പാടുള്ളുന്നുണ്ട്. ഡ്യൂ ടു ഇംപ്രോപ്പർ സിസ്റ്റം ഓർ കെയർലെസ്നെസ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. അവർക്ക് ഇംപ്രോപ്പർ ആയിട്ടോ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടോ അവർ ഡ്യൂപ്ലിക്കേറ്റ് 2 പേഷ്യൻസിന് മേ ഹാവ് മോർ ദാൻ 1 റെക്കോർഡ്, ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരെയാണെങ്കിൽ in that circumstances, അങ്ങനത്തെ സിറ്റുവേഷനിൽ it become compulsory to retain 1 record by cancelling other. ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാനും മറ്റേ റെക്കോർഡ് എന്ത് ചെയ്യേണ്ടി വരും, ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടും വരും. The suitable procedure as to retain a record as priority, which is medical, legal in nature. Second one, obstetric record. Third, admitted record. Fourth priority is the oldest record. The remaining record must be cancelled. ആദ്യത്തെ റെക്കോർഡ് അത് ലീഗൽ നേച്ചറാണ്, അപ്പൊ അതും എടുത്തിട്ട് ബാക്കി എല്ലാ റെക്കോർഡ്സും ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഗിവൺ എ ക്രോസ് റെഫറൻസ്, 2 ലൈൻ വെച്ചാണ് ക്രോസ് ചെയ്യുക, ക്യാൻസൽ അല്ലെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ക്യാൻസൽ ചെയ്ത റെക്കോർഡാണെന്നുള്ള രീതിയാണ്. ക്രോസ് റെഫറൻസ് നമ്പർ ആൻഡ് ബ്രിങ് ഓൾ ദി ഡോക്യുമെന്റ് ദാറ്റ് ഇൻക്ലൂഡിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ടു റിറ്റെയിൻ റെക്കോർഡ്. നമ്മൾ ഏതാണോ റിറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഈ പറഞ്ഞ ഡാറ്റാസ് എടുത്ത് വെച്ചിട്ട് നമ്മ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്രോസ് കൊടുക്കാം, ക്രോസ് റെഫറൻസ് നമ്പർ കൂടി കൊടുക്കാം. ഓക്കെ, അടുത്താണ് സപ്ലൈ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ആർക്കൊക്കെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. It is the responsibility of medical record department to supply medical records to authorized person for. നമ്മൾ ഈ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം പേഷ്യന്റ് കെയറിലേക്ക് സപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് മെഡിക്കോളജിക്കൽ, ലീഗൽ, അഡ്മിനിസ്ട്രേറ്റീവ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ക്ലിനിക്കൽ മീറ്റിംഗിന് എന്തെങ്കിലും ഈ റെക്കോർഡ്സ് കൊടുക്കാം. In the case of medical education and research, the record should not be sent out the medical record department. ഇപ്പൊ റിസർച്ചിന് അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റെക്കോർഡ് യൂസ് ചെയ്യാറുണ്ട്. ഈ കേസ് സ്റ്റഡി ഒക്കെ നടത്തൂലേ പേഷ്യൻസിനെ കുറിച്ച്, മെഡിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ കേസ് സ്റ്റഡി ഒക്കെ നടത്തും. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് കൊടുത്തു വിടാനായിട്ട് പാടില്ല. ഓക്കെ,
അടുത്താണ് മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷൻ. മെഡിക്കൽ ലീഗൽ ആയിട്ടുള്ള കേസുകൾ വരുന്നത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദർ ഷുഡ് ബി എ സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്ട്രേഷൻ റിട്ടേൺ ഇൻ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് മെഡിക്കൽ ഓഫീസർ. നമ്മുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന കീഴിൽ നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഈ മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. All medical legal case admitted from the casualty, outpatient and inpatient service must be registered in the Central Medical Legal Register. നമ്മ എന്തെങ്കിലും ആക്സിഡന്റ് കേസുകൾ വന്നിട്ടുണ്ട്, കാഷ്വാലിറ്റിയിലോ ഔട്ട് ആയിട്ട് ഇൻപേഷ്യന്റ് ആയിട്ട് സർവീസിൽ എന്തെങ്കിലും ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്യണം, ഈ മെഡിക്കൽ ലീഗൽ രജിസ്റ്ററിലേക്ക് ഈ സംഭവം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് വെക്കണം. മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു അഫക്ട്സ് on each registered case to make sure that the case has been registered. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ലീഗൽ കേസ് അങ്ങനത്തെ രജിസ്റ്റർ ചെയ്യുമ്പോ ഒരു മെഡിക്കൽ ലീഗൽ സ്റ്റാമ്പും കൂടെ അതിന്റെ മേലെ അഫക്ട് ചെയ്യുക. കാരണം നമ്മൾ അത് കേസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലീഗലായിട്ട് അതിന് കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. The completed central medical legal register has been kept under the custody of medical record ഓഫീസറിന്റെ കീഴിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് കൊടുക്കേണ്ടത്, ലീഗൽ രജിസ്റ്റർ, മെഡിക്കോ ലീഗൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് ഈ പറഞ്ഞ ഡാറ്റാസ് ഉള്ളത്. ഇനി ഓൾ മെഡിക്കൽ ലീഗൽ കേസ് വിച്ച് ഹാവ് ബീൻ രജിസ്റ്റേർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഷുഡ് ഇൻറ്റിമേറ്റ് ദ പോലീസ് ത്രൂ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ടു മേക്ക് ഷുവർ ദാറ്റ് മെഡിക്കൽ ലീഗൽ കേസ് റെക്കോർഡ് ആർ കംപ്ലീറ്റഡ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ കേസ് വന്നിട്ടുണ്ട്, ഈ കുത്ത് കേസ്, റിലേറ്റീവ്സ് തമ്മിൽ അങ്ങനെ അടിപിടി കേസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെഡിക്കൽ ലീഗൽ കേസ് ആരോട് ഇൻഫോം ചെയ്യണം, പോലീസിനോട് വിളിച്ച് നമ്മൾ പറയണം. അത് ആരാണ് പറയേണ്ടത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ കാര്യം ആരോട് ഇൻഫോം ചെയ്യുന്നത്, പോലീസിനോട് ഇൻഫോം ചെയ്യേണ്ടത്. ദിസ് ഹാവ് ടു ബി കീപ് അണ്ടർ സേഫ് കസ്റ്റഡി ഓഫ് ദ റെസ്പോൺസിബിൾ ഓഫീസർ ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രജിസ്റ്റർ കാര്യം മെയിൻറ്റെയിൻ ചെയ്യാം നമ്മുടെ ഓഫീസർ ആരാണ്, റെസ്പോൺസിബിൾ ഓഫീസർ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയും ഒന്ന് വായിച്ചു നോക്കിയും ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിട്ടോ. ആദ്യത്തെ മുതല് ഒരുപാട് വാസ്തയുടെ വായിച്ച് ഞാൻ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഹോസ്പിറ്റലില് റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അകത്താണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് വായിച്ചു നോക്കിക്കോ, പെട്ടെന്ന് കിട്ടും. നമ്മുടെ എന്തൊക്കെ റെക്കോർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണത് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ഒരു 5 മിനിറ്റ് തരാതെ വായിച്ചു നോക്കേ.
ആൻസർ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ തന്നെ ഉണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാനേ പോർഷൻ എടുത്ത് തീർത്തിട്ട് നേരത്തെ വിടാൻ നോക്കാം. ഓക്കെ. ഇനി റിലീസ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മെ ഹോസ്പിറ്റൽ നമ്മൾ ഈ റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്, അതായത് അതിന്റെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. കോൺഫിഡൻസ് medical records and health information where in oral form or written document relating to any patient is confidential. Accordingly, computer stored data information obtained either the form of medical record, disease or operation index, photograph, microfilms, videograph, audio tape, and other device used for the purpose should be treated as confidential document. നമ്മുടെ മെഡിക്കൽ ഇൻഫർമേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഹെൽത്ത് ഇൻഫർമേഷൻസ് അത് ഓൾ ആവട്ടെ റിട്ടേൺ ആവട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇത് കമ്പ്യൂട്ടറിലായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് കോൺഫിഡൻസി കൂടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പ്രൈവസിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. So authorized staff are permitted to deal
വിത്ത് സച്ച് ഇൻഫർമേഷൻ. അപ്പൊ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഓതറൈസ്ഡ് സ്റ്റാഫ് ആരൊക്കെ നോക്കാം. ഓതറൈസ്ഡ് സ്റ്റാഫ് ഓൾസോ ദോസ് ഹു ആർ ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യൻസിനെ ആരാണ് നോക്കുന്നത്. നോർമലി ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, നേഴ്സിംഗ്, പാരാമെഡിക്കൽ പേഴ്സണൽസ് ആൻഡ് സ്റ്റാഫ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ, അതോറിറ്റി ഉള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരുടെ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡ് നോക്കാനുള്ള അതോറിറ്റി ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി റിലീസ് ഓഫ് ഇൻഫർമേഷൻസ് എങ്ങനെയൊക്കെ റിലീസ് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഉണ്ട്. എക്സാമ്പിൾ ഇഞ്ചുറി, പോയിസണിങ്, അബോർഷൻ ഓർ കേസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്, സൂയിസൈഡ് ഓർ ഹോമിസൈഡ്, ഹാവ് ടു ഇന്റിമേറ്റ് ദ പോലീസ് ഓർ അതർ ലീഗൽ അതോറിറ്റി. ഇങ്ങനത്തെ കണ്ടീഷൻ, ഇങ്ങനത്തെ കേസുകൾ വരെയെങ്കിൽ മാത്രം ഈ പോലീസിനോ അല്ലെങ്കിൽ അതർ അതോറിറ്റീസിനോ ഇൻഫർമേഷൻ എന്ത് ചെയ്ത് കൊടുക്കാൻ റിലീസ് ചെയ്യാൻ പറ്റും. സൂയിസൈഡ് കേസ്, ആക്സിഡന്റ് കേസ്, ഹോമിസൈഡ്, അതേപോലെ ചൈൽഡ് അബ്യൂസിന്റെ കേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, പോലീസിനെ ഇൻഫോം ചെയ്യും. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് മസ്റ്റ് ബി റിപ്പോർട്ട് ടു ഓതറൈസ്ഡ് കൺസൾട്ട്. ഇപ്പൊ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ആണെന്ന് വിചാരിക്കും. കൊറോണ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺസേൺ അതോറിറ്റിക്ക് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് ആ പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് റിപ്പോർട്ട് പോയി, ഞങ്ങൾ ഇതിന്റെ പേഷ്യന്റ് നിപ്പ ലക്ഷണങ്ങളോട് കൂടി ഇതിനൊരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്, അദ്ദേഹത്തിന്റെ സ്രവം എടുത്ത് അയച്ചിട്ടുണ്ട്, പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ആ ഒരു ഹെൽത്ത് കെയറിൽ റിപ്പോർട്ട് ചെയ്തപ്പോ അത് എന്തായി, വേഗം അതിനുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവരെടുത്തു. ഇതാണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവന്റ് അടുത്തതാണ് ബർത്ത്, ഡെത്ത് ഹാവ് ബീൻ റിപ്പോർട്ടഡ് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ജനന നിരക്ക്, മരണനിരക്ക്, ഇന്നാള് ഇന്ന കുട്ടി ഇന്ന ദിവസം ജനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്നത് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ബർത്തിന്റെ കേസിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് പോയിട്ടുണ്ടാവും. രണ്ടാമത് നമുക്കത് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ പേഷ്യന്റ് കുട്ടിയുടെ ഫാദറും മദറും കൂടി പോയിട്ട് എന്ത് ചെയ്യണം, മുനിസിപ്പാലിറ്റി ആണോ അവിടുത്തെ ഏതാണോ ലോക്കൽ അതോറിറ്റി അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയണം. ഇന്ന കുട്ടി ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ജനിച്ചിട്ടുണ്ട്, എനിക്ക് ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, സ്കൂളിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ വേണം. ഇനി അടുത്താണ് കോർട്ടിന്റെ ഓർഡർ ഉണ്ടെന്ന് വിചാരിക്കും. The court order, the hospital also must provide information in response to the court order. കോർട്ടിന്റെ ഓർഡർ കിട്ടണമെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ലീക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ റിലീസ് ചെയ്യുള്ളൂ. ഈ കണ്ടന്റ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാകുന്നത്. ഡേറ്റ് റിലേറ്റഡ് വിത്ത് അഡ്മിഷനായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡാറ്റാസ് ആണ് നമ്മൾ നോക്കുന്നത്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്സ്, അഡ്മിഷൻ ചെയ്തത് ആ ഒരു റെക്കോർഡ് മാനേജ് ചെയ്യണം. അറ്റൻസ്റ്റേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ കണ്ടീഷൻ എന്താണ്. കണ്ടന്റ് ഓഫ് ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അപ്പം നമ്മൾ ഈ ഇൻഫർമേഷൻ റിലീസ് ചെയ്യാനുള്ള കണ്ടന്റ് എന്താണ്, ആ സർക്കംസ്റ്റാൻസ്. ഈ സ്പെഷ്യൽ കൺസെന്റ്, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ കൺസെന്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്തില് ഈ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. റെക്കോർഡ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്, അഡ്മിഷൻ ഡിസ്ചാർജ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സിന്റെ കാര്യങ്ങൾ പറയാം. ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റാസ്, ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡന്റിഫിക്കേഷൻസ് വേണം. ഫിനാൻഷ്യൽ ഡാറ്റാസ്, അദ്ദേഹത്തിന്റെ ബില്ല്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൽ വേണം. ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് ദ അഡ്മിഷൻ, ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ കളക്ട് ചെയ്ത കാര്യങ്ങൾ വേണം. കണ്ടെയ്ൻ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ്, ഫേസ് ഷീറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഈ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ ആണ് നമ്മൾ പറയുന്നത്. The back of admission or discharge sheet is often used for condition of admission. Admission consent ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. If shown the patient agree to receive routine care, അപ്പൊ ഇത് നമ്മൾ നോക്കും, പേഷ്യൻസിന് റുട്ടീൻ ആയിട്ട് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നോക്കും. The hospital cannot guarantee the outcome. ഔട്ട്കമ്മിന് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന് പറ്റില്ല, അവർ നല്ല രീതിയിൽ നോക്കും. It is duty of the admission clerk to describe the patient, the consent of this form and its purpose. ഇനിയിപ്പോ എന്തെങ്കിലും കൺസെന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പേഷ്യന്റിന് ഇത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. അവർക്ക് പെട്ടെന്ന് വയസ്സ് മനസ്സിലാവുന്നില്ല, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ, അങ്ങനെ ഈ ഇൻഫർമേഷൻ ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ കൺസെന്റ് ആണ്. It permits the hospital to send a specifically named organization copies of the patient medical record. This one of the back of admission or discharge form.
എന്ത് ചെയ്യണം? ഇനി എന്തെങ്കിലും നമ്മൾ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെന്റ് വാങ്ങിക്കണം. ഇതിൽ എന്ത് ചെയ്യണം? സ്പെസിഫിക്കലി നെയിം ദ ഓർഗനൈസേഷൻ കോപ്പി, ദ പേഷ്യന്റ് റെക്കോർഡ്സ് ഓർഗനൈസേഷൻ കോപ്പി സെൻഡ് ചെയ്യേണ്ടത്. പേഷ്യന്റ് സിഗ്നേച്ചർ ഓൺ ദിസ് ഫോം പെർമിറ്റ് ദ ഹോസ്പിറ്റൽ ടു റിലീസ് ദ മെഡിക്കൽ ഇൻഫർമേഷൻ. ഇനി എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് അവർ കൊടുക്കുകയാണെങ്കിൽ അതിൽ പേഷ്യന്റ് സിഗ്നേച്ചറും കൂടി അവർ എന്ത് ചെയ്യാൻ നോക്കും? സിഗ്നേച്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്യും. കാരണം പേഷ്യന്റ് സമ്മതപ്രകാരമാണ് ഞാൻ ഈ ഡാറ്റ അവർക്ക് എന്ത് ചെയ്ത് കൊടുത്ത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. മെഡിക്കൽ ഇൻഫർമേഷൻ സപ്ലൈഡ് ഡ്യൂറിംഗ് ദ കറന്റ് എപ്പിസോഡ് ഓഫ് കെയർ. ഈ ഒരു ട്രീറ്റ്മെന്റ് ഇടയിൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പേഷ്യന്റ് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ കൺസെന്റ് ആണ് നീഡഡ് ഫോർ എനി നോൺ റുട്ടീൻ ഡയഗ്നോസിക്സ് തെറാപ്പി പ്രൊസീജിയർ ഡൺ ഓൺ പേഷ്യൻസ്. അപ്പൊ നോൺ റുട്ടീൻ ഡയഗ്നോസിക് തെറാപ്പി ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ദിസ് ഇസ് ഗിവൺ റിട്ടേൺ പ്രൂഫ് ദാറ്റ് പേഷ്യന്റ് എഗ്രീസ് ടു പ്രൊസീജിയർ റെക്കോർഡ് ഇൻ ദ ഫോംസ്. അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ റിട്ടേൺ പ്രൂഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. കണ്ടീഷൻ ഓഫ് ദ പാർട്ടിസിപ്പേഷൻ റിക്വയർഡ് ദാറ്റ് മെഡിക്കൽ സ്റ്റാഫ് ബൈ ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്റ്റേറ്റ് ദാറ്റ് സർജിക്കൽ ഓപ്പറേഷൻ മസ്റ്റ് ബി എക്സ്ക്ലൂഡഡ് ഓൺലി ദ കൺസെന്റ് ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ആൻഡ് എക്സെപ്റ്റ് ഇൻ എമർജൻസി. ഒരു കാര്യം പറയുന്നത്, ഇനി ആ പേഷ്യൻസിന് എമർജൻസി ആയിട്ട് വല്ല സർജിക്കൽ ഓപ്പറേഷന്റെ കേസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് പേഷ്യന്റ് കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. പേഷ്യന്റ് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് എന്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സർജിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സർജറി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എമർജൻസി ഒക്കെ ആണെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരിക്കണം. ലീഗൽ റെപ്രസെന്റേറ്റീവ് ആരെങ്കിലും സൈൻ വേണം. ഇത് ഒഴിവാക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എമർജൻസി കേസിലൊക്കെയാണ് ഇങ്ങനത്തെ സർജിക്കൽ എന്താണ് ഇങ്ങനത്തെ കണ്ടീഷൻ ഒഴിവാക്കുന്നത് കേട്ടോ. എന്ത് സർജിക്കൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിലും ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ കൺസെന്റ് വേണം. എമർജൻസിയിൽ മാത്രം ഉണ്ടെങ്കിൽ ഇതിന് കുറച്ച് ഇതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർജിക്കൽ ഓപ്പറേഷൻസ് മാറ്റിയിട്ട് നമുക്ക് വേഗം ആ ഓപ്പറേഷൻസിന്റെ ഫോർമാറ്റിലേക്ക് പോകാൻ പറ്റും. ഇനി ക്ലിനിക്കൽ ഡാറ്റാസ് ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് ക്ലിനിക്കൽ ഡാറ്റാസ് പറയുന്നുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഡാറ്റാസ് എന്ന് ഓരോന്ന് പറയുന്നുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നത്. ആദ്യം പറയുന്നത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്സ് ആണ്. ഓരോ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോഴത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തെ റെക്കോർഡ്സ്, മെഡിക്കൽ ഹിസ്റ്ററി, അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഇന്ന ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്താണ് ഷുഗർ, പ്രഷർ, ഇന്ന അസുഖങ്ങൾ ഉണ്ട്, ഇന്ന മെഡിസിൻ അലർജി ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും. ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. നമുക്ക് ഫിസിഷ്യൻ വന്നിട്ട് എന്താണോ എക്സാമിൻ ചെയ്യുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ ഫിസിഷ്യൻസിന്റെ കാര്യങ്ങള്, പ്രോഗ്രസ് നോട്ട് പറഞ്ഞിട്ടുണ്ടാകും, പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് റിപ്പോർട്ട്, പിന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ഇപ്പൊ ഓരോ പേഷ്യന്റ് കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഒരു റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷനിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേഷനിൽ എന്താണോ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ്. ഇനി അനസ്തീഷ്യ റിപ്പോർട്ട്. ഈ അനസ്തീഷ്യ എന്ന് പറയുന്നത് ഓപ്പറേഷന് മുമ്പ് കൊടുക്കണ കാര്യമാണ്. എന്ന് വെച്ചാൽ സഡേഷൻ ആണ്. ആ അനസ്തീഷ്യയുടെ കാര്യങ്ങൾ, റിക്കവറി റൂം റെക്കോർഡ്. ഇനിയിപ്പോ അവര് ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്യാൻ മാറ്റുന്നത് റിക്കവറി റൂമിലേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. അങ്ങനെയുള്ള ഓപ്പറേറ്റീവ് റിപ്പോർട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റീവ് റിപ്പോർട്ടും ഓപ്പറേറ്റീവ് ഡാറ്റയാണ്. സോറി, എനിക്ക് മിസ്റ്റേക്ക് ചെയ്താണ്. ഓപ്പറേറ്റീവ് ഡാറ്റയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, നേഴ്സിംഗ് ഡാറ്റ, നേഴ്സിംഗ് നോട്ട്, TPR ഗ്രാഫ് ചാർട്ട്, മെഡിറ്റേഷൻ ഷീറ്റ്, ഡയറ്റ് ചാർട്ട്, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട്, മിസ്ലേനിയസ് റിപ്പോർട്ട്സ്, ലാബോറട്ടറി റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി. അവസാനത്തിന് ഡിസ്ചാർജ് സമ്മറി. നമുക്കിത് ഓരോന്നായിട്ട് എന്താണ് നോക്കാം കേട്ടോ. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡാണ് പറയുന്നത്. അതിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ. നമ്മൾ എന്താണോ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായത്, അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണോ അസുഖം, അതിന്റെ പ്രൊസീജിയർ എന്താണ്. ദ അറ്റൈനിങ് ഫിസിഷ്യൻ, ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അറ്റൈൻ ചെയ്തിരിക്കുന്നത്, ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഒതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ മീ വെൽ റിട്ടൺ ഇൻ ഫുൾ. ഫുൾ ആയിട്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കണം. ഇന്ന ഡയഗ്നോസിസിന് ഇന്ന പ്രൊസീജിയർ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. വിത്തൗട്ട് സിംബൽസ് ആൻഡ് ആപ്ലിക്കേഷൻ. ആ സിംബൽസ് അങ്ങനെയൊന്നും വേണ്ട, ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഹിസ്റ്ററി. The data of the physician used to establish a preliminary professional diagnosis on which the base of the treatment of the patient is included. അപ്പൊ എന്താണ് നമ്മൾ ഫിസിഷ്യൻ കണ്ടിട്ടുള്ള ആ ഡാറ്റാസ്, അവർ പ്രിലിമിനറി ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ ഡയഗ്നോസിന്റെ കാര്യങ്ങളും, ഇന്ന അസുഖങ്ങളാണ് പേഷ്യന്റിനുള്ളത്, അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഇന്നതാണെന്നുള്ള കാര്യം മെഡിക്കൽ ഹിസ്റ്ററി കാണിക്കണം. ചീഫ് കംപ്ലൈന്റ്, പേഷ്യന്റ് ഇൽനെസ്, എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുള്ളത്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഞാൻ പറഞ്ഞ പോലെ ഇന്ന അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം,
ഫാമിലി ഹിസ്റ്ററി ഏകദേശം ഒരു ചെറിയ ഫാമിലി ഹിസ്റ്ററി വേണം. റിവ്യൂ സിസ്റ്റം അതിനനുസരിച്ചുള്ള റിവ്യൂ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് കേട്ടോ. ഈ ചില ഓപ്പറേഷൻ ഒക്കെ മുമ്പ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് ബോഡി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കും. Provide a basic data about the patient to help a physician in deciding a diagnosis. Physical examination നടത്തുന്ന ആ പേഷ്യന്റ് എന്താണ് അസുഖം എന്ന് അറിയാൻ വേണ്ടി ഫിസിക്കൽ നമ്മൾ അയാളെ എക്സാം ചെയ്യും. ഇപ്പൊ വയറുവേദനയാണ് അല്ലെങ്കിൽ വയറ്റിലൊക്കെ ഒന്ന് നോക്കും, നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. The examination should include all the body system include ചെയ്യേണ്ടത്. The degree of detail rely on age, sex of the patient, symptoms and other physical findings and laboratory data. അപ്പൊ ഇതില് ഫിസിക്കൽ എക്സാമിനേഷനില് അദ്ദേഹത്തിന്റെ ഏജ്, അതേപോലെ പേഷ്യന്റ് സെക്സ് എന്നാണ്, പേഷ്യൻസിന് എന്തൊക്കെ സിംറ്റംസ് ആണ് ഉള്ളത്. ചില അസുഖങ്ങൾ നമ്മൾ സിംറ്റംസ് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഫിസിഷ്യന്റെ ഫൈൻഡിങ്സ്, ലാബോറട്ടറി ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിസൾട്ടും കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഫിസിഷ്യൻ ഓർഡർ ആണ് പറയുന്നത്. The written or oral order constituted the attaining physician directed to nurse and auxiliary therapies and concerning all medication and treatment of the patients. അപ്പൊ ചില സമയങ്ങളിൽ ഫിസിഷ്യൻ ഓറൽ ആയിട്ടും റിട്ടയർഡ് ആയിട്ടും പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നേഴ്സിനോട് അല്ലെങ്കിൽ ആ ഓക്സിലറി സർവീസ് പ്രൊവൈഡ് ചെയ്യണം ആ ഒരു കൺസേണിനോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ ആയിട്ട് ഓർഡർ എന്ന് പറഞ്ഞ് നോക്കുന്നത്. ഇനി പ്രോഗ്രസ് നോട്ട് ആണ് കേട്ടോ. ഇറ്റ് റിലേറ്റിംഗ് ടു ദ causes of the patient illness, response to the treatment and status of the discharge. അപ്പൊ എന്താണ് ആ പേഷ്യന്റ് ഇൽനെസ് എന്നും അതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതും അതിന്റെ റെസ്പോൺസ് ടു ദ പേഷ്യന്റ് നമ്മുടെ ട്രീറ്റ്മെന്റിന് റെസ്പോൺസ് എങ്ങനെയാണ്, പോസിറ്റീവ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ വേഴ്സ് ആവുന്നുണ്ടോ, അതിന്റെ അസുഖം കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള്. അതുപോലെ സ്റ്റാറ്റസ് ഓഫ് ഡിസ്ചാർജ്, ഇപ്പൊ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കാം ഡിസ്ചാർജ് ആക്കാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. ഇപ്പൊ ഡിസ്ചാർജ് ആവേണ്ട പേഷ്യന്റ് അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോഗ്രസ് നോട്ടിൽ കാണുന്നത്. ഇപ്പൊ ഓരോ വാർഡിലാണെങ്കിൽ ഈ ഡോക്ടർ ഓരോ പേഷ്യന്റ് അടുത്ത് വന്നിട്ട് അവരുടെ പ്രോഗ്രസ് ഒക്കെ നോക്കി അവരുടെ റിപ്പോർട്ട് എടുത്തതാണ് പ്രോഗ്രസ് നോട്ട്. അറ്റൈനിങ് ദ ഫിസിഷ്യൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ കംപ്ലീറ്റേഷൻ ഓഫ് ദ പ്രോഗ്രസ് നോട്ട്. അപ്പൊ ഫിസിഷ്യൻ ആണ് ഈ പ്രോഗ്രസ് നോട്ട് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യേണ്ട ആള്. ഇത് കൺസെന്റ് ഓഫ് ആൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. ഇത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അഡ്മിഷൻ നോട്ട്, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡീറ്റെയിൽസ്, ഫോളോ അപ്പ് നോട്ട്സ് ഉണ്ടാവും, ഫൈനൽ നോട്ട്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. The admission note consists of the general condition of the patient. General condition of the patient. നോക്കാട്ടാ എന്താണ് എന്താണ് പറഞ്ഞത്. It consists of admission note, a follow-up note, and final notes. The admission note consists of general condition of the patient at the time of admission. The general note like admission സമയത്ത് കാര്യങ്ങളൊക്കെ എഴുതിക്കും. അഡ്മിഷൻ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻ ആണ് മാർക്ക് ചെയ്യുക. നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി അതേപോലെ ഫിസിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പ്രോഗ്രസ് നോട്ട് ഇൻക്ലൂഡ് ഓൾ ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്. പ്രോഗ്രസ് നോട്ടിലാണ് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പേഷ്യന്റ് റെസ്പോൺസ് ടു ഈ ഓരോ മെഡിസിൻ കൊടുത്തപ്പോൾ നിങ്ങൾ റെസ്പോൺസ് ആണ് പേഷ്യന്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇനി പാത്തോളജിക്കൽ റിപ്പോർട്ടാണ്. Microscopic and microscopic description of tissue expelled removed from the patient during the time of surgery. സർജറിയുടെ ഒക്കെ സമയത്ത് നമ്മൾ ചിലപ്പോ ചിലയിടത്ത് നിന്ന് എന്തെങ്കിലും ടിഷ്യൂ റിമൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്കൊക്കെ ഫിക്സ് ചെയ്യും. അങ്ങനത്തെ സമയത്ത് അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കും. സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയർ ഫോർ ബയോപ്സി ടു സപ്ലൈ ടിഷ്യൂ ഫോർ പാത്തോളജിക്കൽ അനലൈസ്. ഇനി ബയോപ്സി ഒക്കെ നടത്തുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ബയോപ്സി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ശരീരത്തിന് റിമൂവ് ചെയ്തിട്ടുള്ള ടിഷ്യൂസ് എന്തെയും ലാബിലേക്ക് ബയോപ്സി നടത്താൻ വേണ്ടിയിട്ട് അയക്കണമെങ്കിൽ അതെങ്ങനെ സപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. പാത്തോളജിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. ബയോപ്സി ഒക്കെ ഈ നമ്മളിപ്പോ ബോഡിയിൽ വല്ല മുഴയൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുമല്ലോ. റിമൂവ് ചെയ്തിട്ട് അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു മുഴയാണോ അങ്ങനത്തെ ഒരു നോക്കാൻ വേണ്ടിയാണ് ബയോപ്സിക്ക് അയക്കുന്നത് കേട്ടോ. മൈക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് അതനുസരിച്ചാണ് വേണ്ടത്. സർജറി ഒക്കെ നടത്തും ചില സമയങ്ങളിൽ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സാധാരണ രീതിയിൽ എനിക്കൊരു അറിയിലേക്കും എന്താണ് വല്ല അസുഖം വന്നാൽ അതിൽ വല്ല മുഴയിലേക്ക് അത് റിമൂവ് ചെയ്തിട്ട് അത് ബയോപ്സിക്ക് ആയിരിക്കും. അതിന്റെ റിപ്പോർട്ടാണ് ഈ പാത്തോളജിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. റേഡിയോളജിക്കൽ റിപ്പോർട്ട് ഒക്കെ നമ്മ ഇപ്പൊ എക്സ്റേ ഒക്കെ എടുക്കും അല്ലെ. അതേപോലെ റേഡിയോ ആക്റ്റീവ് സ്കാന്, തെർമോഗ്രഫി, സെറോഗ്രഫി, അതേപോലെ അൾട്രാസോണിക് ഗ്രാഫി, അങ്ങനത്തെ UV സ്കാൻ അങ്ങനത്തെ സ്കാനൊക്കെ നടത്തുമ്പോഴത്തെ റിപ്പോർട്ടാണ്
റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. ഇറ്റ് ഇൻക്ലൂഡ് ആൻ ഓപ്ഷൻ ഓഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ബൈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അതർ ദാൻ this option is dependent upon the review of the patient medical record and examination of the attending physician. The patient have been conferencing with the attending physician. അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ടാണ്. ഞാൻ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇന്ന അസുഖമാണ് ഇന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ഫിസിഷ്യന്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന റിപ്പോർട്ടാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അനസ്തീഷ്യ. അനസ്തീഷ്യ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അനസ്തീഷ്യ എന്താണെന്ന് അതിനെ പറയാം. നമ്മൾ എന്താ പറയാ, ഓപ്പറേഷനൊക്കെ മുമ്പായിട്ട് നമുക്ക് സഡേഷൻ വരാറുണ്ട്. ആ സഡേഷൻ നമ്മൾ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് മെഡിക്കേഷൻ ബിഫോർ ദ ഓപ്പറേഷൻ. ഇതിൽ പറഞ്ഞാൽ എന്ത് മെഡിക്കേഷൻ ആണ് ആ ഓപ്പറേഷൻ മുമ്പ് എടുക്കുന്നത്. എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൺ, എത്ര യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടൈം ആൻഡ് എഫക്ട്സ്, ടൈം എത്രയാണ്, എഫക്ട് എത്രയാണ്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓൾസോ ഇൻക്ലൂഡ് അനസ്തേഷ്യ ഏജന്റ്. ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു അനസ്തേഷ്യൻ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ പേര്, the amount, the techniques used to execute its anesthesia, അത് ഏത് ടെക്നിക്ക് വഴിയാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ എഫക്ട് എങ്ങനെയുണ്ട്, ഡ്യൂറേഷൻ ഓഫ് അനസ്തേഷ്യ ഇത്ര മണിക്കൂർ മുതൽ ഇത്ര മണിക്കൂർ വരെയാണെങ്കിൽ അത്, പിന്നെ ടെമ്പറേച്ചർ, അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, പൾസ്, BP, അതേപോലെ റെസ്പിറേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം അനസ്തേഷ്യ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാളിച്ച വരാൻ ഒട്ടും പാടില്ല, കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അടുത്താണ് ഓപ്പറേഷൻ റിപ്പോർട്ട് കേട്ടോ. ഇൻക്ലൂഡ് ദ കൺസെന്റ് ഓഫ് സർജറി. ഇതിൽ ആദ്യം വന്നിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആ പേഷ്യന്റ് കയ്യിൽ കൺസെന്റ്. ഈ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യൻ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്. ഇപ്പൊ പ്രീ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്, അനസ്തേഷ്യക്ക് മുമ്പ് ഒന്ന് ടെസ്റ്റ് പോലെ. പിന്നെ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യാനുണ്ട്, പോസ്റ്റ് അനസ്തേഷ്യ, ഈ റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓപ്പറേറ്റീവ് റിപ്പോർട്ടും കൊടുക്കുക. ഈ ഓപ്പറേഷൻ റിപ്പോർട്ടിലുണ്ടാവും. ദ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡ് ബിഫോർ സർജറി. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് എന്താണെന്നുള്ള കാര്യം സർജറിക്ക് മുമ്പായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇറ്റ് ഇൻവോൾവ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ, ദ ഓർഗൻ എക്സ്പോർഡ് പ്രൊസീജിയർ, സ്റ്റെറം, ഡ്രെയിൻസ്, സ്പോഞ്ച് യൂസ്ഡ്, നെയിം ഓഫ് ദ സർജൻ, അസിസ്റ്റന്റ്. അപ്പൊ ഇതിലെല്ലാ കാര്യങ്ങളും വേണം, നോർമൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഓർഗൻസ് ഏതാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർഗൻസ്, ട്രെയിൻസ്, സ്പോഞ്ച് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഈ സർജന്റെ പേര് എന്താണ്, അതിനെ അസിസ്റ്റ് ചെയ്യണത് മെയിൻ അസിസ്റ്റന്റ് ഉണ്ടാവും, രണ്ടാം സെക്കൻഡ് അസിസ്റ്റന്റ് ഉണ്ടാവും, ഫസ്റ്റ് അസിസ്റ്റന്റ്, സെക്കൻഡ് അസിസ്റ്റന്റ്, അവരുടെയൊക്കെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഈ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിക്കവറി റൂം റെക്കോർഡ്സ് ആണ്. ഇറ്റ് ഇൻവോൾവ് ദ കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ഓഫ് ദ പേഷ്യന്റ് ലീവ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ റീച്ച് ദ നേഴ്സിംഗ് റൂം. ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിനെ നേഴ്സിംഗ് റൂമിലേക്ക് എത്തിക്കണം. ആ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ റെക്കോർഡ്സ് ആണ്, ആ ഒരു കാര്യങ്ങൾ നേഴ്സിംഗ് നോട്ടാണ് നേഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് നേഴ്സ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്. നേഴ്സ് ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പേഷ്യൻസിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് വീക്ഷിക്കും. ആ പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. കെയർ, ട്രീറ്റ്മെന്റ് ഗിവൺ ടു ദ പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് റെസ്പോൺസിബിൾ ട്രീറ്റ്മെന്റ്. എന്തൊക്കെ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇറ്റ് നരേറ്റ് ദ പേഷ്യന്റ് റിക്വയർമെന്റ്സ്, പ്രോബ്ലം, കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ പേഷ്യന്റ് ബിഹേവിയർ. അപ്പൊ എന്താണ് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രോബ്ലംസ് അതിലൂടെക്കകത്ത്, അതുപോലെ കേപ്പബിലിറ്റീസ്, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പേഷ്യൻസിന്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കും, പേഷ്യന്റ് നോട്ടിൽ റെക്കോർഡ് ചെയ്യും. This document includes the statement of the nurse measuring which has to be taken to prescribe medical care provider. ആ പേഷ്യന്റിനെ എങ്ങനത്തെ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം, കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വേണ്ടത്. TPR ചാർട്ട്. TPR എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പൾസ്, അതേപോലെ റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മെഷർ ആർ ലിസ്റ്റഡ് ഇൻ ദ ഫോം. TPR ചാർട്ടിലാണ് അദ്ദേഹത്തിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, പൾസ് എത്രയുണ്ട്, റെസ്പിറേഷന്റെ കാര്യം, ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കി റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി medication sheet. It provides the document for the medicine given orally, topically and by inhalation infusion. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെഡിസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഇത് വരുന്നത്. The date, time and name of the drug, the dose, routine by which is given, the document after the drug has been administered. അപ്പൊ ഈ ഡ്രഗ്സ് മെഡിസിന്റെ ഡേറ്റ് എത്രയാണ്, ടൈം എത്രയാണ്, അതിന്റെ പേര് എന്താണ്, അതിന് എത്ര ഡോസ് കൊടുക്കണം, എങ്ങനെയാണ് അത് കൊടുക്കണം, എത്ര നേരം കൊടുക്കണം, അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഈ മെഡിറ്റേഷൻ ഷീറ്റിൽ ഉണ്ടാവും. മിസ്സെലേനിയസ് റിപ്പോർട്ടാണ്. The specialized care unit of the hospital such as ICU, CCU, etc. are included in this form. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിലാണ് വരുന്നത്.
ഈ ഐസിയുലൊക്കെ അവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ടത്. ഫിസിക്കൽ തെറാപ്പിയാണ്. ഇത് ഗിവ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് വിച്ച് ഇൻക്ലൂഡ് the use of exercise, heat, cold water, electricity, ultrasound, and physically means to bring back the patient to useful activities. Physical therapy കൊടുക്കാതെ തന്നെ എന്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മള് എന്താ പറയാ സിസേറിനൊക്കെ കഴിഞ്ഞ സ്ത്രീകളോട് ഡോക്ടർമാർ എന്ത് പറയുമെന്ന് അറിയാവോ? അവരോട് നടക്കാൻ പറയും. ഡെലിവറി സിസേറിയൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ ദിവസം തന്നെ ഡോക്ടർ എന്ത് പറയും? നിങ്ങൾ നടന്നു തുടങ്ങാൻ നോക്കുക, ബെഡിൽ നിന്ന് ഇറങ്ങി പതുക്കെ നടക്കാൻ പറയും. നടക്കണം നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മള് എന്താവും പെയിൻ ഒക്കെ കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് അത് പറയുന്നത്. സോഷ്യൽ സർവീസ് ഡാറ്റയിൽ പറയുന്നത് ഇറ്റ് മസ്റ്റ് കൺസിഡർ ദ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ, പ്രോബ്ലം ഐഡന്റിഫൈ ബൈ പേഷ്യന്റ്, ഹിസ് ഫാമിലി, സോഷ്യൽ വർക്കേഴ്സ്. ഇനി സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്തത് നോക്കാം. ലാസ്റ്റ് നമ്മുടെ പേഷ്യന്റിനെ പുറത്തേക്ക് വിടുന്ന ഡിസ്ചാർജ് സമ്മറി ആണ്. ഇറ്റ് ഈസ് ദ ബ്രീഫ് recapitulation of the patient to cause of your hospital. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കാര്യം. ഇത് ഇൻവോൾവ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഫസ്റ്റ് വന്നത് എന്തിനു വേണ്ടി അഡ്മിറ്റ് ചെയ്ത് സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഓഫ് ദ എക്സാമിനേഷൻ നമുക്ക് അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്. പ്രൊസീജിയർ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ആണ് കൊടുത്തത്, തെറാപ്പീസ്, ട്രീറ്റ്മെന്റ് ഗിവൺ ആൻഡ് റെസ്പോൺസ്, അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, അസുഖം മാറിയോ, അസുഖത്തിന് കുറവുണ്ടോ, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് റിഗാർഡിംഗ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ കൊടുത്ത സമയത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ഫോളോ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഫിസിക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നടക്കണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഡയറ്റ് എങ്ങനെ ഇരിക്കണം, ഫോളോ അപ്പ് കെയർ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിപ്പോർട്ട്സിൽ വന്നത്. മെയിൻ ആയിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് വായിച്ചു നോക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് കുറച്ച് കവർ ചെയ്യാവോ, ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്, അടുത്ത പോർഷനിലേക്ക് പോവാണ്. ആ റിപ്പോർട്ട്സുകൾ മെയിൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആ റിപ്പോർട്ട്സ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. 2 പ്രാവശ്യം വായിക്കണമെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ് എങ്ങനെയെങ്കിലും അസംബിൾ ചെയ്യേണ്ടതാണ്. അറേഞ്ച്മെന്റ് ഓഫ് ദി ഫോം വിത്ത് ഫോൾഡർ ആസ് ഗിവൺ ഫോളോസ്. താഴെ പറയുന്ന ഫോൾഡറുകൾ അനുസരിച്ചായിരിക്കാം എന്ത് ചെയ്യണത്, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഔട്ട് പേഷ്യൻസിന്റെ ഒരു ഫോൾഡർ വേണം, കറസ്പോണ്ടൻസിന്റെ ഫോൾഡർ വേണം, ഇൻവെസ്റ്റിഗേഷന്റെ ഫോൾഡർ വേണം, അതേപോലെ ഇൻ പേഷ്യൻസിന്റെ ഫോൾഡർ വേണം. ഔട്ട് പേഷ്യൻസിന്റെ ഫോൾഡറിൽ കണ്ടെയ്ൻസ് ദ ഔട്ട് പേഷ്യന്റ് ഫോം, ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് അതർ ഫോം അറ്റാച്ച്ഡ് ഇസ് റിക്വയർഡ്. ഔട്ട് പേഷ്യന്റ് ഫോം വേണം, ഫോളോ അപ്പ് വേണം, അത് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്പേഴ്സ് അനുസരിച്ച് വേണം ഇടാനായിട്ട്. അതർ ഫോംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യണം. റിക്വയർമെന്റ് അനുസരിച്ച് ഓരോന്നിനനുസരിച്ച് അത് അറ്റാച്ച് ചെയ്യണം. കറസ്പോൺസ് ആണ്, ഇൻക്ലൂഡ്സ് റെഫറൽ ലെറ്റർ ഫോംസ്. ഇതിൽ കറസ്പോൺസിൽ വരുന്നത് റെഫറൽ ലെറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ടു ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷന് മുമ്പ് നമ്മൾ നോക്കിയിട്ടുള്ള ചെക്കിങ്ങിന്റെ ഒക്കെ ലിസ്റ്റ്. നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ ബർത്ത് ഫോം, ബർത്ത് ഫോമിന്റെ നോട്ടിഫിക്കേഷന് ബർത്ത് നോട്ടിഫിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മ എവിടേക്ക് അതോറിറ്റിക്ക് പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ബർത്ത് നോട്ടിഫിക്കേഷൻ. മെഡിക്കൽ റിപ്പോർട്ട്, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, എന്തെങ്കിലും ഇൻഫെക്ഷൻ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരും, കറസ്പോണ്ടൻസ് വരും. നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ കേട്ടോ. കണ്ടെയ്ൻ laboratory mount sheet. ഇതില് laboratory mount sheet ഉണ്ട്. In which all the laboratory report arranged in chronological order. നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലെ laboratory mount sheet ആണ്. ഇതിലെ എല്ലാ റിപ്പോർട്ടുകളും laboratory റിപ്പോർട്ടും എന്ത് chronological orderൽ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്റേ മൗണ്ട് ഷീറ്റ് ഉണ്ട് വിത്ത് ഓൾ റേഡിയോളജിക്കൽ റിപ്പോർട്ട് മൗണ്ട് ഇൻ chronological order. എക്സ്റേ റിപ്പോർട്ടിലാണ് എല്ലാ എക്സ്റേ റിപ്പോർട്ടുകളും എന്ത് ചെയ്യേണ്ട chronological order ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ECG, EEG and ultrasonic examination form. Any other diagnostic investigation reports are keeping the following order. താഴെ പറയുന്ന ഓർഡറിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ആദ്യം ലാബ് ആണെങ്കിൽ പിന്നെ എക്സ്റേ, ECG, EEG റിപ്പോർട്ട്, അൾട്രാസൗണ്ട്, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിപ്പോർട്ട് അതിന്റെ ബാക്കിലായിട്ട് അങ്ങനെ ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തതാണ് ഇൻ പേഷ്യന്റിന്റെ കാര്യം പറയുന്നത്. കണ്ടെയ്നിങ് അഡ്മിഷൻസ്, അഡ്മിഷൻ കാര്യം ആൻഡ് ഡിസ്ചാർജ് ഷീറ്റ്. അഡ്മിഷൻ ഡിസ്ചാർജ് ഷീറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷന്റെ കാര്യം, പിന്നെ റിപ്പോർട്ട് പ്രോഗ്രസ് നോട്ട് എന്തെങ്കിലും പേഷ്യന്റിന്റെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കൽ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനസ്തീഷ്യ റിപ്പോർട്ട്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോം, റിക്കവറി റെക്കോർഡ്, ലേബർ റെക്കോർഡ്,
റെക്കോർഡ് ഷുഗർ ലെവലൊക്കെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഡയബറ്റിക് റെക്കോർഡ്സ്, വിസിറ്റിംഗ് റെക്കോർഡ്സ്, ഇൻസ് റെക്കോർഡ്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, പാരാമെഡിക്കൽ സർവീസ് റെക്കോർഡ്, പാരാമെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ റെക്കോർഡ്, നേഴ്സ് നോട്ട്, ഒബ്സർവേഷൻ ചാർട്ട്, നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ എഴുതി വെക്കുക. പിന്നെ മെഡിറ്റേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ഫ്ലൂയിഡ് എങ്ങനെയൊക്കെയാണ് അതനുസരിച്ച് ബാലൻസ് ചാർട്ട്, ഇൻടേക്ക് പേഷ്യന്റ്, വൈറ്റൽ സയൻസ് റെക്കോർഡ്, പിന്നെ ഡിസ്ചാർജ് സമ്മറി, ഇതില് ഡിസ്ചാർജ് സമ്മറി വിത്ത് മോസ്റ്റ് remote admission field on the bottom and the most recent admission field on the top. അപ്പം ഏറ്റവും ആദ്യത്തെ മോസ്റ്റ് റിമോട്ട് ആണെങ്കിൽ അത് ഏറ്റവും അവസാനം വെക്കാം, ഏറ്റവും മോസ്റ്റ് റീസെന്റ് ആണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മ റെക്കോർഡ് ഫയൽ ചെയ്യാം. ഇനി നമ്മ ഫയലിംഗ് മെത്തേഡ് ഓർ സ്റ്റോറേജ് മെഡിക്കൽ റെക്കോർഡ്സ്. ഈ മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതെങ്ങനെ ഫയൽ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് നമ്പർ സിസ്റ്റം വെച്ചാണ് ഫയൽ ചെയ്യണം, എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. റെക്കോർഡിംഗ്, നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. റെക്കോർഡ് നമ്പറിംഗ്, റെക്കോർഡ് സെർച്ച് എങ്ങനെയാണ് നമ്പർ കൊടുക്കണം, അതെങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് നോക്കണം. There are several types of numbering and filing system. അപ്പൊ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഫയലിംഗ് ഉണ്ട്. അതിൽ ഓരോ ഫയലിംഗ് ഇങ്ങനെയാണ്. സീരിയൽ നമ്പർ ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സീരിയൽ നമ്പർ അനുസരിച്ച് കൊടുക്കുന്നത്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രേറ്റ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം, ടെർമിനൽ നമ്പർ ഡിജിറ്റ്സ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇങ്ങനെ ഓരോന്നും അതിന്റെ എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് നോക്കാം. സീരിയൽ നമ്പർ ആണെങ്കിൽ ഇൻ സീരിയൽ നമ്പർ ദ പേഷ്യന്റ് ആർ ഗിവൻ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റ് ബൈ ഹെൽത്ത് ഫെസിലിറ്റി. ഓരോ സീരിയൽ നമ്പർ കൊടുക്കുമ്പോൾ അതിനാ സീരിയൽ നമ്പർ ആയിട്ട് തന്നെ കൊടുത്തോളാം. 3 different numbers are allotted if the patient registered 3 times. ഇപ്പം 3 പ്രാവശ്യം പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. All numbers allotted to the patient are recorded in the master index. ഇപ്പൊ നമ്മൾ എത്ര നമ്പർ ആണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പൊ ഒരു 27 കൊടുത്തിട്ടുണ്ട്, 80 കൊടുത്തിട്ടുണ്ട്, പിന്നെ 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 3 നമ്മൾ മാസ്റ്റർ ഇൻഡെക്സ് ആയിട്ട് റെക്കോർഡ് മാസ്റ്റർ ഇൻഡെക്സിലേക്ക് കേട്ടിട്ടുണ്ട്. Because a new number is provided for each occasion of the service, the new medical record is also developed. ഇപ്പൊ നമ്മൾ പുതിയ നമ്പർ കൊടുക്കുമ്പോ പുതിയ റെക്കോർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ ഇൻഡെക്സിലേക്ക് അത് തീരുമാനം പറയുന്നത്. The patient records are filed in many places. In a file as number of times the patient has received care at the facility. എന്നാൽ പേഷ്യൻസിന്റെ നമ്പർ ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യണോണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കെയർ ചെയ്ത് നോക്കണം. ഇനി യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് ആണ്. Here the patient is allotted number on first admission or visit which retained for all subsequent admission and treatment. നമ്മ ആ ഒരു ഫസ്റ്റ് നമ്പർ വരുമ്പോ തന്നെ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോ തന്നെ നമ്പർ കൊടുക്കുകയാണ്. ആ ട്രീറ്റ്മെന്റ് അതിന്റെ സബ്സിക്വന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്മിഷനോ ട്രീറ്റ്മെന്റോ കൊടുക്കണമെങ്കിൽ ആ നമ്പർ തന്നെ ഫോളോ ചെയ്യും. Unit number provides single record which is composite of all data gathered on given patient regardless the number or type of service provided. എല്ലാ കാര്യങ്ങളും എല്ലാ ഡാറ്റാസും ആ യൂണിറ്റ് നമ്പറിൽ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. The patient's total medical record is just filled as a unit in one folder and one number. അപ്പൊ അതൊരു 1 ഫോൾഡറിലായിരിക്കും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. 1 നമ്പറിലായിരിക്കും ആ ഒരു മെഡിക്കൽ റെക്കോർഡ് മൊത്തമായിട്ട് ഫിൽ ചെയ്യണത്. ഇനി സ്ട്രേറ്റ് നമ്പറിംഗ് ആണ് ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നത് കേട്ടോ. സ്ട്രേറ്റ് നമ്പർ state numeric means to filing of the record accurate chronological order as per to medical record number. നമ്മൾ 6 ഡിജിറ്റ് നമ്പർ ആണെന്ന് പറഞ്ഞു, ആ നമ്പർ അനുസരിച്ച് നമുക്ക് chronological ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. Here the record consequently number appear in sequence of file shelves in the following for medical record should be filed. എങ്ങനെയാണ് 1 2 3 4 1 2 പിന്നെ 1 3 1 4 1 5 ഓരോ പേഷ്യൻസിനും ഓരോ നമ്പേഴ്സ് കൊടുക്കണം. It is easy to pull any number of record consequently number from the file for this purpose. ഇത് കുറച്ചും കൂടി ഈസി ആണ്, നമുക്ക് റെക്കോർഡൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. ഇനി അടുത്താണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഈസ് സിമ്പിൾ ആൻഡ് എക്സ്ട്രാക്ട് ഫയലിംഗ് മെത്തേഡ്. അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് ടെർമിനൽ ഡിജിറ്റ് പറയുന്നത്. യൂഷ്വലി a 6-digit number is used. 6-digit number ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഡിവൈഡ് വിത്ത് ഹൈഫൺ into 3 പാർട്ട്. 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ നോക്കി 12-34-56. അടുത്ത നമ്പർ മാറിയപ്പോ 13-34-56 അങ്ങനെ കേട്ടോ. 3 പാർട്ട്. ഈച്ച് പാർട്ട് ജനറലി ഒബ്റ്റെയിൻ 2 ഡിജിറ്റ്. എല്ലാ പാർട്ടിനും 2 ഡിജിറ്റ് വീതം ഉണ്ടാവും. The primary digit are the last 2 digits on the right hand side of the number.
പ്രൈമറി ഡിജിറ്റ് മാത്രം മാറുള്ളൂ. സെക്കൻഡറി ഡിജിറ്റ് ആർ മിഡിൽ ഡിജിറ്റ്. സെക്കൻഡറി രണ്ട് തന്നെ അടുത്ത സെക്കൻഡ് ഡിജിറ്റ് മിഡിൽ ഡിജിറ്റിലാണ്. Tertiary digit are the first row on the left side of the numbers. The file is secondary digit alter with the away record. നോക്കിക്കേ എക്സാമ്പിൾ ഒരു 12 12 34 56 13 34 56 14 34 56 അങ്ങനെ മാറിക്കൊണ്ട്. ഇനി മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലാണ് കേട്ടോ പറയുന്നത്. എന്താണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്? It is absolute for terminal digit filing. Here primary secondary tertiary digit are different position. Different position ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മിഡിൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റ് ആർ പ്രൈമറി ഡിജിറ്റ്. നടുക്കത്തെയാണ് എന്ത് നമ്മൾ മിഡിൽ പ്രൈമറി ഡിജിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡിജിറ്റ് ഓൺ ദ ലെഫ്റ്റ് ആർ സെക്കൻഡറി ഡിജിറ്റ് ആൻഡ് ദ ഡിജിറ്റ് ഓൺ ദ റൈറ്റ് ആർ tertiary ഡിജിറ്റ്. ഇതിൽ മാറുന്ന എവിടെയാണ്? 46 68 96 46 68 97 അങ്ങനെ ആ ഒരു ലാസ്റ്റ് നമ്പർ എപ്പോഴും ചോദിക്കും മാറിക്കൊണ്ടിരിക്കും. ഇത്രയാണ് ഈ ഡിജിറ്റുകളുടെ കാര്യം, ഫയലിംഗിന്റെ കാര്യം പറഞ്ഞത്. ഒരു 5 മെത്തേഡ് 5 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സീരിയൽ നമ്പർ ആൻഡ് ഫയലിംഗ് യൂസ് ചെയ്ത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ സ്ട്രേറ്റ് നമ്പർ ന്യൂമറിക് ഫയലിംഗ് ഉണ്ട്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, പിന്നെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. അപ്പൊ ഓരോന്നും സെപ്പറേറ്റ് ആണ്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ കുറച്ചും കൂടി കൺഫ്യൂസിംഗ് ആണ്. കാരണം ഓരോ പേഷ്യന്റ് ഓരോ പ്രാവശ്യം വരുമ്പോൾ അവർക്ക് പുതിയ പുതിയ നമ്പർ കൊടുക്കണം. അപ്പൊ അത് കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആണ്. യൂണിറ്റ് നമ്പർ ഫയലിംഗ് കുറച്ചും കൂടി മെഡിക്കൽ റെക്കോർഡ്സ് കുറച്ച് വൺ ഫോൾഡർ ഒറ്റ നമ്പർ ഉണ്ടാവും, ഒറ്റ ഫോൾഡർ ഉണ്ടാവും പേഷ്യൻസിന്. സ്ട്രേറ്റ് ന്യൂമറിക് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആണ്. ഈ 1 2 3 4 3 4 1 3 1 2 3 4 അങ്ങനത്തെ നമ്പറിൽ അത് പെട്ടെന്ന് പോയി നമുക്ക് ഫയലൊക്കെ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ടെർമിനൽ ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ ആ നമ്പറിൽ ഒരു ഹൈഫൺ കൊടുത്തിട്ടാണ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ ഒരു ഫസ്റ്റത്തെ മാത്രം ആ ഒരു ഇത് മാത്രം എന്ത് ചെയ്തോണ്ടിരിക്കും, ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പിന്നെ മിഡിൽ ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും അവസാനത്തതാണ് എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. 96 പിന്നെ 97 അങ്ങനെ മാറിക്കൊണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ പോസ്റ്റ് എടുത്തെന്ന് അറിയാം. പോർഷൻ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് ചാപ്റ്ററില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും എടുക്കണുള്ളൂ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടാ. ഡൗട്ട് ഇല്ലേ? എന്നാൽ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണ്ട. വായിച്ചു നോക്കുക, നല്ല രീതിയിൽ 2 പ്രാവശ്യം വായിച്ചു നോക്കുക. റിപ്പോർട്ടുകൾ നല്ല രീതിയിൽ വായിക്കാം. പിന്നെ ആ ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാര്യം വൺ വേർഡ്സ് ആയിട്ട് ചിലപ്പോൾ എക്സാമ്പിൾ വഴി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. അതൊന്നും കൂടി 2 പ്രാവശ്യമൊക്കെ ഒന്ന് വായിക്കാം. കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു മിസ്.